ഇവിടുന്ന് ഇപ്പോൾ രണ്ടാൾ ജയിച്ചില്ലേ ഈ വയനാട്ടിൽ നിന്ന്? രാഹുൽ ഗാന്ധി ജയിച്ചില്ലേ? ആരുടെ പിന്തുണയില്ല രാഹുൽ ഗാന്ധി ഡൽഹിയിലെത്തിയത്? ആരുടെ പിന്തുണയില്ല? മുസ്ലിം വർഗീയ ചേരിയുടെ ദൃഢമായ പിന്തുണയില്ലെങ്കിൽ ഈ രാഹുൽ ഗാന്ധി ഇവിടുന്ന് ഡൽഹിക്ക് എത്തുവോ? അദ്ദേഹമല്ലേ പ്രതിപക്ഷ നേതാവ്, കോൺഗ്രസിന്റെ ഏറ്റവും വലിയ നേതാവ്. പ്രിയങ്ക ഗാന്ധി ഇവിടെ നമ്മൾ കണ്ടില്ലേ? ആരൊക്കെയായിരുന്നു പ്രിയങ്ക ഗാന്ധിയുടെ ഈ ഓരോ ഘോഷയാത്രയുടെ മുന്നിലും പിന്നിലും? ആരാ? ന്യൂനപക്ഷ വർഗീയതയിലെ ഏറ്റവും മോശപ്പെട്ട ഘടകങ്ങൾ, തീവ്രവാദ ഘടകങ്ങൾ വരെ അതിലുണ്ടായില്ലേ? തീവ്ര വർഗീയ ഘടകങ്ങൾ ഉണ്ടായില്ലേ? അവരെല്ലാം ഉണ്ടായിരുന്നില്ലേ അതില്? അവരെല്ലാം ഇല്ലേ? അവരും കോൺഗ്രസിന്റെ കേന്ദ്ര നേതൃത്വമല്ലേ ഇവിടെ? പണ്ടൊക്കെ EMS മത്സരിക്കുമ്പോൾ EMSനെ തോൽപ്പിക്കാൻ വേണ്ടി ഇവിടെ വന്ന് കേന്ദ്രമന്ത്രിമാർ പോയിട്ടുണ്ട്. നമസ്തേ, ജനം ഡിബേറ്റിലേക്ക് സ്വാഗതം. വയനാട്ടിൽ പ്രിയങ്ക ഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് ഘോഷയാത്രയുടെ മുന്നിലും പിന്നിലും ആരൊക്കെയായിരുന്നു? ന്യൂനപക്ഷ വർഗീയതയുടെ ഏറ്റവും മോശപ്പെട്ട ഘടകങ്ങൾ, തീവ്ര വർഗീയ ഘടകങ്ങൾ ഉണ്ടായില്ലേ? CPM വയനാട് ജില്ലാ സമ്മേളന പ്രതിനിധികളുടെ യോഗത്തിൽ പാർട്ടി പോളിറ്റ് ബ്യൂറോ അംഗം A. വിജയരാഘവൻ നടത്തിയ ഈ പരാമർശങ്ങളിൽ ഒരു തെറ്റുമില്ലെന്നാണ് പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞത്. മുസ്ലിം സമുദായം എന്ന് പറയുന്നതിൽ മഹാഭൂരിപക്ഷവും സെക്യുലർ സംവിധാനത്തിന് വേണ്ടി നിലകൊള്ളുന്നവരാണ്. UDF എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് കോൺഗ്രസ്, ഒരു സഖ്യകക്ഷിയെ പോലെ ജമാഅത്ത് ഇസ്ലാമിനെയും SDPയെയും ചേർത്ത് നടത്തുകയാണ്. അല്ല, അത് ഞാൻ പറഞ്ഞ വളരെ കറക്റ്റായിട്ടാണല്ലോ. വിജയരാഘവൻ പറഞ്ഞത് തന്നെയാണ്. പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയും രണ്ടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരായിട്ട് അതിശക്തിയായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. ഇപ്പോഴും ആ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പാലക്കാട് അത് തന്നെയാണ് കണ്ടത്. കോൺഗ്രസും ലീഗും ന്യൂനപക്ഷ വർഗീയതയെ സഖ്യകക്ഷിയാക്കി മാറ്റിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. വർഗീയവാദികളുടെ വോട്ട് കൂടി ചേർത്തുകൊണ്ടാണ് ഇവരെല്ലാം ജയിച്ചത്. അതിൽ ഒരു സംശയവും നിങ്ങൾക്ക് വേണ്ട. A. വിജയരാഘവൻ്റെ പരാമർശം മുസ്ലിം സമുദായത്തിന് എതിരെന്ന് എങ്ങനെ പറയുമെന്നും MV ഗോവിന്ദൻ ചോദിക്കുന്നു. ജനം ഡിബേറ്റ് പരിശോധിക്കുന്നു. വെടക്കാക്കി തനിക്കാക്കാനാണോ CPM ശ്രമം? പ്രമുഖ അഭിഭാഷകൻ അഡ്വക്കേറ്റ് K. രാംകുമാർ, യൂത്ത് ലീഗ് ദേശീയ സെക്രട്ടറി CK ഷാക്കിർ, മാധ്യമപ്രവർത്തകൻ N. ശ്രീകുമാർ, ഇടത് സഹയാത്രികൻ ഡോക്ടർ B. ജയരാജ് എന്നിവ ചേരുന്നു. എല്ലാ അതിഥികളെയും ഈ സംവാദത്തിലേക്ക് സ്നേഹാദരങ്ങളോടെ സ്വാഗതം ചെയ്യുന്നു. ഒപ്പം പ്രേക്ഷകരെയും. ഞാൻ ഈ സംവാദം ഷാക്കിറിൽ നിന്ന് ആരംഭിക്കുകയാണ്. ഷാക്കിർ, വിജയരാഘവൻ മുസ്ലിം ലീഗിനെ തന്നെയാണോ ഉന്നം വെച്ചത്? ഉറപ്പിച്ചു പറയാനാവുമോ ഷാക്കിർ? വിജയരാഘവൻ കാലങ്ങളായി തുടരുന്ന ഒരു ശൈലിയും പ്രസ്താവനയുമാണ്. അദ്ദേഹത്തിൻ്റെ കൃത്യമായി വിജയരാഘവൻ എന്നുള്ളത് വർഗീയ രാഘവൻ എന്നാണ് വിളിക്കേണ്ടത് എന്ന് മലയാളികൾക്കൊക്കെ അറിയാം. അദ്ദേഹത്തിൻ്റെ ശൈലിയും അങ്ങനെയാണ്. പക്ഷേ ഇതിൽ രണ്ട് ലക്ഷ്യമുണ്ട് അദ്ദേഹത്തിന്. ഒന്ന്, ഇന്നലെയും ഇന്നുമൊക്കെയായി കേരളക്കരയിൽ നടന്നുകൊണ്ടിരിക്കുന്ന സർക്കാരിനെ ബാധിക്കുന്ന ഗുരുതരമായ പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങൾ മലയാളികൾ ചർച്ച ചെയ്യാതിരിക്കാൻ വേണ്ടി നിരന്തരമായി CPMൻ്റെ ഓരോ നേതാക്കന്മാർ സമയാസമയങ്ങളിൽ വിവാദങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. ഒരു കാര്യം അതാണ്, വിജയരാഘവൻ്റെ ലക്ഷ്യം അതാണ്. രണ്ടാമത്തെ ഒന്ന്, RSSന് വഴിമരുന്നിട്ട് കൊടുക്കുന്ന സമീപനങ്ങൾ. ഇപ്പോൾ പിണറായി വിജയന് വേണ്ടി അദ്ദേഹത്തിൻ്റെ സംഘത്തിൽപ്പെട്ടിട്ടുള്ള വിജയരാഘവനും അതുപോലെ തന്നെ P. മോഹനനും MV ഗോവിന്ദനും ഉൾപ്പെടെയുള്ള ആളുകൾ ഇടയ്ക്കിടെ നടത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ വിജയരാഘവൻ്റെ പ്രസ്താവനയെക്കുറിച്ച് ഇന്ന് MV ഗോവിന്ദൻ പറഞ്ഞു, രാമകൃഷ്ണൻ പറഞ്ഞു, ശ്രീമതി പറഞ്ഞു. ഇവരൊക്കെ പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നത് CPMൻ്റെ അജണ്ടയാണ്, അല്ലാണ്ട് വിജയരാഘവൻ്റെ മാത്രമല്ല. വിജയരാഘവനായാലും മറ്റുള്ളവരായാലും ഇത് ഈ കുറച്ച് കാലങ്ങളായി നടത്തിക്കൊണ്ടിരിക്കും. നിങ്ങൾക്കറിയാലോ, ഇപ്പോൾ ഈ ദുർഭരണത്തിനെതിരെ ജനങ്ങൾ വിധി എഴുതിയപ്പോൾ അത് ഇവരെങ്ങനെയാണ് വ്യാഖ്യാനിക്കുന്നത്? ആ വ്യാഖ്യാനത്തെയാണ് ഇന്ന് നമ്മൾ പലരും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് യഥാർത്ഥത്തിൽ CPMൻ്റെ പുതിയ ഭൂരിപക്ഷ വർഗീയതയെ പ്രീണിപ്പിക്കുന്ന നയത്തിൻ്റെ കൂടി ഭാഗമാണ്. അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ജമാഅത്ത് ഇസ്ലാമിയെയാണോ അല്ലെങ്കിൽ മറ്റ് സംഘടനകളെയാണോ എന്ന് നമ്മൾ ഈ ചർച്ചയിൽ പരിശോധിക്കുമോ എന്നാണ് എൻ്റെ വിശ്വാസം. എനിക്ക് ആമുഖമായി സൂചിപ്പിക്കാനുള്ളത്, ഇവരിപ്പോൾ ഇന്ന് മാറ്റിപ്പറഞ്ഞു. ചില നേതാക്കന്മാർ മാറ്റിപ്പറഞ്ഞു എന്ന് പറഞ്ഞാൽ അത് മുസ്ലിം സമുദായത്തെ മൊത്തമല്ല, ഇന്ന സംഘടനകളെയാണെന്ന്. അതിൽ ജമാഅത്ത് ഇസ്ലാമിയെക്കുറിച്ച് നമുക്കറിയാം, 2011 വരെ ഈ ജമാഅത്ത് ഇസ്ലാമിയെ തരം പോലെ ഉപയോഗിച്ചത് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയാണ്. അതുപോലെ തന്നെ ഇപ്പോൾ കഴിഞ്ഞ പാലക്കാട് തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ PDPയുടെ വോട്ട് വാങ്ങി പിന്തുണ വാങ്ങി തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയാണ്. ഇപ്പോൾ 2 ദിവസം മുമ്പ് കേരളത്തിൽ നടന്നിട്ടുള്ള തദ്ദേശ ഉപതെരഞ്ഞെടുപ്പുകളിൽ ഈരാറ്റുപേട്ടയിലെ ഒരു വാർഡിൽ
മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥി വിജയിച്ചു. അവിടെ രണ്ടാം സ്ഥാനത്ത് കഴിഞ്ഞ 2020 തെരഞ്ഞെടുപ്പിൽ CPM ആയിരുന്നു. ഇപ്പോൾ വെറും 69 വോട്ടാണ് മെനിയാന്ന് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ CPMന് കിട്ടിയത്. രണ്ടാം സ്ഥാനത്ത് വന്നിട്ടുള്ള SDPI ആണ്. അപ്പോൾ SDPIയെയും ജമാഅത്ത് ഇസ്ലാമിയെയും PDPയെയും തരം പോലെ ഉപയോഗപ്പെടുത്തിയത് UDF മുസ്ലിം ലീഗോ ഒന്നുമല്ല. അത് അങ്ങനെ പറയാൻ പറ്റുമോ ഷാക്കിർ? കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പുകളിൽ പരസ്യ പിന്തുണയായിരുന്നു SDPIയുടേത്. മാത്രമല്ല തരാതരം, അതായത് ഓരോ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അവർ ചിലപ്പോൾ LDFനെ സപ്പോർട്ട് ചെയ്യുന്നു, ചിലപ്പോൾ UDFനെ സപ്പോർട്ട് ചെയ്യുന്നു. കേരള രാഷ്ട്രീയം അത് കണ്ടതല്ലേ? അങ്ങനെ പറയാൻ പറ്റുമോ? നിങ്ങൾക്ക് ഈ വർഗീയ സംഘടനകളുടെ പിന്തുണ നിങ്ങൾക്കൊരു തെരഞ്ഞെടുപ്പിലും ലഭിച്ചില്ല എന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റുമോ ഷാക്കിർ? ഞങ്ങൾ തീർച്ചയായിട്ടും പറയാം. അതായത് പൗരന്മാർ ആർക്ക് വോട്ട് ചെയ്യണമെന്ന് അവരുടെ ഇഷ്ടമാണ്. UDFൻ്റെ ഏതെങ്കിലും വേദികളിൽ നിങ്ങൾ ഇവരെ ആരെങ്കിലും കണ്ടോ? വോട്ട് ചെയ്ത് നമുക്ക് തടയാൻ കഴിയില്ലല്ലോ. മാത്രവുമല്ല, നോക്ക്, ഞാൻ നിങ്ങളോട് ഇപ്പോൾ സംസാരിക്കുന്ന സമയത്ത് പത്തനംതിട്ടയിൽ ഉൾപ്പെടെ SDPIയുടെ പിന്തുണയിൽ CPM ഭരിക്കുന്നില്ലേ? ഇപ്പോൾ ഇക്കഴിഞ്ഞ 2020 ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളിൽ പോലും മലപ്പുറം ജില്ലയിൽ ലീഗിനെ തോൽപ്പിക്കാൻ വേണ്ടി ജമാഅത്ത് ഇസ്ലാമിയുടെ രാഷ്ട്രീയ സംഘടനയുമായി കൂട്ടുകൂടിയവരാണ് CPMകാർ. അപ്പോൾ ഇവർക്ക് യഥാർത്ഥത്തിൽ പ്രണയപ്പകയാണ്. ആ പ്രണയപ്പകയുടെ ഭാഗമായിട്ടാണ് CPM ഇപ്പോൾ മുസ്ലിം സംഘടനകൾക്കെതിരെ തിരിഞ്ഞിട്ടുള്ളത്. ഇവർ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഈ സംഘടനകളെ കുറിച്ചൊക്കെ പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ. ഇപ്പം ഇവർ ഈ പറയുന്നത് PDP ആണ് കേരളത്തിൽ മുസ്ലിം വർഗീയതയ്ക്ക് തുടക്കമിട്ടത് എന്ന് P. ജയരാജൻ പുസ്തകം എഴുതിയത് പാലക്കാട് തെരഞ്ഞെടുപ്പിൻ്റെ ദിവസങ്ങൾക്ക് മുമ്പാണ്. അന്ന് വൈകുന്നേരമാണ് P. ജയരാജൻ്റെ പുസ്തകം കത്തിച്ച് PDPക്കാർ പരസ്യമായി ഇവർക്ക് പിന്തുണ കൊടുക്കുന്നത്. ഏതെങ്കിലും CPMന്റെ നേതാവ് ആ പിന്തുണ വേണ്ട എന്നോ അത് ശരിയായില്ല എന്നോ പറഞ്ഞിട്ടില്ലല്ലോ. യെസ് ഷാക്കിർ, ഞാൻ വരാം. അഡ്വക്കേറ്റ് രാംകുമാർ, കഴിഞ്ഞ കുറച്ച് നാളുകളായി CPM മുസ്ലിം ന്യൂനപക്ഷത്തെ ലാക്കാക്കി ചില പരാമർശങ്ങൾ നടത്തുന്നുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയൻ മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് തങ്ങളെ കടന്നാക്രമിച്ചു. P. ജയരാജൻ പുസ്തകത്തിലൂടെ വിമർശിച്ചു. ഇപ്പോഴിതാ A. വിജയരാഘവനും അവരുടെ വഴിയെ നീങ്ങുന്നു. MV ഗോവിന്ദൻ പാർട്ടിയുടെ നിലപാടാണ് എന്ന് പറഞ്ഞ് ന്യായീകരിക്കുകയും ചെയ്യുന്നു. അതേസമയം ലീഗിനെയല്ല ജമാഅത്തെ ഇസ്ലാമിയെയും SDPയെയുമാണ് ഉദ്ദേശിച്ചതെന്നും പറയുന്നു. എവിടെയോ എന്തോ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉള്ളതായി തോന്നുന്നില്ലേ അഡ്വക്കേറ്റ് രാംകുമാർ? എന്തൊക്കെ പറഞ്ഞാലും ശ്രീ വിജയരാഘവൻ പറഞ്ഞത് നഗ്ന സത്യമാണ്. കാരണം ചരിത്രപരമായ കാര്യങ്ങൾ പരിശോധിച്ചാൽ അറിയാം, ഇന്ന് ഈ രാജ്യത്ത് പ്രവർത്തിക്കുന്ന ഏക മതരാഷ്ട്രീയ സംഘടന ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗാണ്. പാകിസ്ഥാൻ രൂപീകരണത്തിന് വേണ്ടി മുൻകൈയെടുത്ത് രൂപീകരിച്ച മതന്യൂനപക്ഷങ്ങളെ പ്രതിനിധീകരിക്കുന്ന സംഘടന. മതന്യൂനപക്ഷങ്ങളെ പ്രതിനിധീകരിക്കാൻ അവർക്ക് അവകാശമുണ്ട്. ഭരണഘടനയ്ക്ക് ശേഷവും അതിന് അവകാശമുണ്ട്. അതിന് ആർക്കും തർക്കമില്ല. കാരണം മതന്യൂനപക്ഷങ്ങളുടെ സംരക്ഷണവും പ്രത്യേക അവകാശങ്ങളും ഉറപ്പുവരുത്താൻ ഒരു സംഘടന രൂപീകരിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല. പക്ഷേ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യത്തിന് ശേഷം മതേതര രാജ്യമായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ മതേതരത്വം ഭരണഘടനയിലൂടെ വന്നല്ല, കാലാകാലങ്ങളിൽ ഈ രാജ്യത്ത് നിലനിൽക്കുന്നതാണ്. രാജാക്കന്മാരുടെ കാലത്ത് ഹിന്ദു രാജാക്കന്മാർ ഭൂരിപക്ഷം മുസ്ലിങ്ങളെയും ഹിന്ദു ഭൂരിപക്ഷത്തെ മുസ്ലിം രാജാക്കന്മാരും ഭരിച്ച് യാതൊരു വർഗീയ കലാപങ്ങളുമില്ലാതെ ഇരുന്ന പാരമ്പര്യമുള്ള രാജ്യമാണ് നമ്മുടെ. പക്ഷേ ആ രാജ്യത്ത് ഹിന്ദുക്കളുടെ കൂടെ ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റില്ല, ഞങ്ങൾക്ക് വേറെ രാഷ്ട്രം വേണം എന്ന് പറഞ്ഞത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ കക്ഷിയാണ്. നിർഭാഗ്യവശാൽ തൻ്റെ പ്രധാനമന്ത്രി സ്ഥാനം കൊണ്ട് നിലപാട് മാറ്റി പാകിസ്ഥാൻ്റെ സഹസ്ഥാപകൻ എന്ന നിലയിലേക്ക് ജവഹർലാൽ നെഹ്റു തരം താണു. ആദ്യം തനിക്ക് എതിരാളിയാകുമായിരുന്ന നേതാജി സുഭാഷ് ചന്ദ്രബോസ് ICS പുല്ലുപോലെ വലിച്ചെറിഞ്ഞ് രാജ്യത്തിന് വേണ്ടി സ്വാതന്ത്ര്യ സമരത്തിൻ്റെ മുന്നണി പരിപാടിയായ നേതാജി ബോസ് ആദ്യമായി അന്നും ഇന്നും ജനാധിപത്യ രീതിയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ ജയിച്ച് ഗാന്ധിജിയുടെ സഹായത്തോടു കൂടി അദ്ദേഹത്തെ നീക്കി. അതായിരുന്നു പ്രധാനമന്ത്രി പദത്തിലേക്ക് ആദ്യത്തെ കാൽവെപ്പ്. പിന്നീട് മനസ്സിലായി
ജിന്നയെ പോലെ മതനിരപേക്ഷ പാകിസ്ഥാൻ വാദം ഉന്നയിച്ചെങ്കിലും സ്വകാര്യ ജീവിതത്തിലും കാഴ്ചപ്പാടിലും മതേതരത്വം പുലർത്തുന്ന ഒരാൾ തനിക്ക് എതിരാളിയാകും, തൻ്റെ പ്രധാനമന്ത്രി സ്ഥാനം ഒരിക്കലും നടക്കാൻ പോകുന്നില്ല എന്ന് മനസ്സിലാക്കിയിട്ടാണ് ലേഡി മൗണ്ട് ബാറ്റനുമായിട്ടുള്ള ആ അതിര് കടന്ന പരിചയം മുതലെടുത്തുകൊണ്ട് പാകിസ്ഥാൻ സൃഷ്ടിച്ചത്. ആ പാകിസ്ഥാൻ സൃഷ്ടിച്ച വ്യക്തി തന്നെ പച്ചയായി പറഞ്ഞില്ലേ, എൻ്റെ സുഹൃത്ത് ശ്രദ്ധിക്കണം, താങ്കൾക്ക് നിഷേധിക്കാൻ പറ്റുമോ, ചത്ത കുതിരയാണ് എന്ന് ജവഹർലാൽ നെഹ്റു വിശേഷിപ്പിച്ചത് ആരെയാണ്? സാക്ഷാൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്. അതിനുശേഷം മൊയ്ത് മൗലവിയെ നെഹ്റു മൗലവി എന്ന് വിളിച്ച് കളിയാക്കിയത് ആരാണ്? കെ കടപ്പനെ വർഗീയവാദിയാക്കിയ ആരാണ്? CK ഗോവിന്ദൻ നായർ ഒരു കാലത്തും ലീഗുമായി ബന്ധം പുലർത്തില്ലെന്ന് ആ പാരമ്പര്യമുള്ള മഹത്തായ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ തിളങ്ങുന്ന നക്ഷത്രമായിരുന്ന രാഷ്ട്രീയ കക്ഷിയുടെ ഇന്നത്തെ ദയനീയവും ബലഹീനവുമായ സ്ഥിതി ആലോചിക്കുമ്പോൾ വാസ്തവത്തിൽ ദുഃഖമാണ്. ഞാൻ ചോദിക്കട്ടെ, ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് സ്വന്തം ശക്തിയിൽ പിടിച്ചു നിൽക്കാൻ ഇന്ന് രാഷ്ട്രീയ കക്ഷിക്ക് സാധിക്കും? ഉത്തർപ്രദേശിൽ അഖിലേഷ് യാദവിൻ്റെ സഹായത്ത്, പശ്ചിമ ബംഗാളിൽ മമതാ ബാനർജിയുടെ സഹായം, തമിഴ്നാട്ടിൽ സ്റ്റാലിൻ്റെ ഔദാര്യം, മഹാരാഷ്ട്രയിൽ തലശ്ശേരിക്കാരെ ഇളനീര് വിറ്റിരുന്ന മുസ്ലിങ്ങളെ തല്ലിയോടിച്ചിരുന്ന ഉദ്ധവ് താക്കറെയുടെ സഹായം, കർണാടകത്തിൽ പരസ്യമായി SDP. ഇങ്ങനെ എനിക്കും എൻ്റെ മാന്യം കൂടി 1000 എന്ന് വീമ്പിളക്കുന്ന പാർട്ടിയായിട്ട് ഒരു കാലത്ത് ഇന്ത്യൻ ജനതയുടെ ആവേശവും ആത്മാവും എല്ലാമായിരുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അധപ്പതനത്തിൽ വാസ്തവത്തിൽ വിദ്വേഷമല്ല വിഷാദമാണ് ജനങ്ങളുടെ മനസ്സിലുണ്ടാക്കുന്നത്. പക്ഷേ ചത്ത കുതിരയെ ജവഹർലാൽ നെഹ്റുവിൻ്റെ കുടുംബാംഗങ്ങൾ തന്നെ പടക്കുതിരയാക്കി മാറ്റി. ഇപ്പോൾ വയനാടിനെ പറ്റി വിജയരാഘവൻ പറഞ്ഞല്ലോ, എന്താ അതിൽ അസത്യമായിട്ടുള്ളത്? വയനാട് മണ്ഡലത്തിനെ പറ്റി പരിചയമുള്ളവർക്കൊക്കെ അറിയാം, മുസ്ലിം ലീഗിൻ്റെ ശക്തി കേന്ദ്രങ്ങളാണ് 5 നിയോജകമണ്ഡലങ്ങൾ. കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ ഏറ്റവും അധികം വോട്ട് രേഖപ്പെടുത്തിയത് ഏറനാട് മണ്ഡലത്തിലാണ്, നമ്മുടെ ബഷീർ സാഹിബിൻ്റെ മണ്ഡലത്തിൽ. അപ്പോൾ ലീഗിന് സ്വാധീനമുള്ള മണ്ഡലത്തിൽ ലീഗിൻ്റെ ഔദാര്യത്തോടുകൂടി ജയിച്ചു കയറിയ ഒരു പാർട്ടി ലീഗിനെ ഓശാരം ചെയ്യാൻ ബാധ്യസ്ഥരാണ്. പക്ഷേ സ്വന്തം ആത്മാഭിമാനം പണയപ്പെടുത്തിക്കൊണ്ടാണ് ചത്ത കുതിര എന്ന് വിളിച്ച ആളുടെ പരമ്പരാഗത സ്ഥാനാർത്ഥികളാണ് വയനാട്ടിൽ നിന്ന് ഇത് സ്മരിക്കൽ. അതോടൊപ്പം പച്ചക്കൊടി പിടിക്കാൻ പാടില്ല എന്ന നിബന്ധന വെച്ചത് എന്തിനാ? ഇവിടെ എൻ്റെ സുഹൃത്ത് സൂചിപ്പിച്ച പോലെ മതേതരത്വത്തിൻ്റെ മുന്നണി പരയാളികളാണ് മുസ്ലിം ലീഗെങ്കിൽ അവരുടെ കൊടി പണയം വെച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നടത്തിയത് എന്തുകൊണ്ടാണ്? സ്വന്തം കൊടി എന്ന് പറഞ്ഞ പ്രവർത്തകർക്ക് ആവേശമാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ മൂവർണ്ണ കൊടി പിടിച്ചുകൊണ്ടാണ് ആയിരക്കണക്കിന് ഇന്ത്യക്കാർ സ്വാതന്ത്ര്യ സമരത്തിൽ ആത്മാഹുതി നേടിയത്. ആ പാരമ്പര്യമുള്ള കൊടികളിൽ ഞങ്ങൾ പച്ചക്കൊടി ഉപേക്ഷിക്കാം, എന്നാലും സീറ്റ് മതി എന്ന നിലയിലേക്ക് താണത് ഈ രാജ്യത്തെ ജനങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്. കപട മതേതരത്വം കൊണ്ട് ഈ രാജ്യത്തെ ജനങ്ങളുടെ മനസ്സുകളെ ഇനി മൂടി വയ്ക്കാമെന്ന് ഈ കപട മതേതരവാദികൾ ഒരിക്കലും തെളിയിക്കരുത്. അതിന് പുറമേ പരസ്യമായി പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ SDP വെൽഫെയർ പാർട്ടി തുടങ്ങിയ കാരണം മലബാർ പ്രദേശത്ത് നിന്ന് ഒരു MLA അസംബ്ലി നിയമസഭയിലേക്ക് അയക്കണമെങ്കിൽ മുസ്ലിം ലീഗിൻ്റെ ഔദാര്യം വേണം, തങ്ങൾമാരുടെ ആശംസകൾ വേണം. ഈ ദയനീയ സ്ഥിതി മനസ്സിലാക്കിയിട്ട് ഞാൻ ചോദിക്കട്ടെ, ഇന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ എന്ന് പറയാൻ ഒരു സീറ്റ് ഈ 140 മണ്ഡലത്തിൽ ചൂണ്ടിക്കാണിക്കാമോ? CPMൻ്റെ 10 സീറ്റ് ഞാൻ വേണമെങ്കിൽ ഇപ്പോൾ പറയാം. എനിക്ക് രാഷ്ട്രീയ പ്രവർത്തനമോ താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ അതിലേക്ക് തിരിയുന്നില്ല. പക്ഷേ ഈ കപട മതേതരവാദം ഈ രാജ്യത്തെ ഇന്ന് അപകടത്തിൻ്റെ മേഖലയിൽ എത്തിച്ചിരിക്കുകയാണ്. ഇവിടെ സമാധാനമായി കഴിഞ്ഞു വന്നിരുന്ന മുസ്ലിം സമൂഹത്തിന് ഹിന്ദുക്കളോട് ഒരു വെറുപ്പുമില്ല, അന്നുമില്ല ഇന്നുമില്ല. മുസ്ലിം സമുദായ അംഗങ്ങൾ ഈശ്വരവിശ്വാസികളാണ്, പരോപകാരികളാണ്, മറ്റൊരാൾക്ക് വേണ്ടി എന്ത് ത്യാഗവും ചെയ്യാൻ. അവരെ വർഗീയവാക്കിയതിൻ്റെ പരിപൂർണ ഉത്തരവാദിത്വം
സാക്ഷാൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനാണ്, അതിൻ്റെ കപടം അതേ തരത്തിലാണെന്ന് ഞാൻ ഉത്തരവാദിത്തത്തോടുകൂടി പറയുന്നു. കാരണം എനിക്ക് മുസ്ലിം സമുദായത്തിൻ്റെ വികാരം മനസ്സിലാക്കാനുള്ള സൗകര്യമുണ്ട്. ഞാൻ ജനിച്ചു വളർന്നത് ഒരുപാട് മുസ്ലിം സഹോദരന്മാരുള്ള സ്ഥലത്താണ്. അവരുമായി നല്ല ബന്ധം പുലർത്തുന്ന ഒരു കുടുംബമായിരുന്നു എൻ്റെത്. ഇന്നും ആ ബന്ധം ഞങ്ങൾ പക്ഷേ അവിടെയാണ് കപട മതേതരവാദികൾ വന്ന് അവരെ പ്രീണനം നടത്തി പ്രേരിപ്പിച്ച് ഇല്ലാത്ത ആവശ്യങ്ങൾ അവരെ കൊണ്ട് പറഞ്ഞ് ഹിന്ദുക്കളെ ശത്രുക്കളാക്കി. ഞാൻ പറയട്ടെ, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് വർഗീയ അജണ്ട ഉണ്ടെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അവരുടെ പ്രവർത്തന ശൈലി നിർഭാഗ്യവശാൽ വർഗീയം. ഞാൻ ചോദിക്കട്ടെ, അമ്പലം നടയിൽ കെട്ടിത്തൂക്കും എന്ന് പറയുന്ന മതേതരമാണോ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തെ? 4 കെട്ടും 8 കെട്ടും നമ്പൂരിയച്ഛൻ്റെ മോളെയും കെട്ടുമെന്ന് പാലക്കാട് തെരുവിൽ കൂടെ വിളിച്ച് പറയുന്നത് മതേതരത്വത്തിൻ്റെ മുദ്രാവാക്യമാണോ? അതിൻ്റെ ആവശ്യം എന്താ? ഇത്ര പ്രകോപനപരമായി വിളിക്കേണ്ട കാര്യം എന്താ? ഖിലാഫത്തിൻ്റെ കത്തി ഉറയിലിട്ടിട്ടില്ല, വേണ്ടി വന്നാൽ ഇനി എടുക്കും എന്ന് പറയുന്നത് മതേതരത്തിൻ്റെ ലക്ഷണമാണ്. ഈ ചരിത്ര സത്യങ്ങളൊക്കെ മറന്നുകൊണ്ട് കപട മതേതരത്വം പറഞ്ഞ് ഈ രാജ്യത്തെ മുസ്ലിം സഹോദരന്മാരെയും സഹോദരിമാരെയും വഴി തെറ്റിക്കാമെന്ന് ഇനി നിങ്ങൾ വിചാരിക്കുന്ന തെറ്റാണ്. ഈ കാപട്യം ഓരോ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും ഈ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ബലഹീനത, നിസ്സഹാവസ്ഥ, ദയനീയാവസ്ഥ കൂടുതൽ കൂടുതൽ വ്യക്തമായിക്കൊണ്ടിരിക്കുകയാണ്. ഡൽഹിയിൽ സിഖുകാരെ കൂട്ടക്കൊല ചെയ്തത് ലീഗല്ലല്ലോ, RSS അല്ലല്ലോ, BJP അല്ലല്ലോ. ഇവിടെ രാഖി രാമാനം RSSന് കുറ്റം പറയും. കാരണം RSS മറുപടി പറയാറില്ല. കഴിഞ്ഞ 100 കൊല്ലമായി പ്രവർത്തിച്ച് എല്ലാ എതിർപ്പുകളെയും അതിജീവിക്കൊണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ, ആർക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ലോകത്തിലെ ഏറ്റവും വലിയ മനുഷ്യ സംഘടനയെന്ന് യുണൈറ്റഡ് നേഷൻസ് വരെ പ്രസ്താവിച്ചൊരു, അതിനെ തളർത്താൻ ആർക്കും ഇതുവരെ സാധിച്ചിട്ടില്ല. കപട മതേതരക്കാർക്ക് ഒരിക്കലും അത് സാധിക്കില്ല എന്ന് വെച്ച് ആ സംഘടന ചെയ്യുന്നതൊക്കെ ന്യായീകരിക്കണം, ആരും തെറ്റിദ്ധരിക്കേണ്ട. ഭാഗ്യവശാൽ എനിക്ക് രാഷ്ട്രീയ പ്രവർത്തനമില്ല. പക്ഷേ രാഷ്ട്രീയ പ്രവർത്തകരുടെ കാപട്യങ്ങൾ സസൂക്ഷ്മം വീക്ഷിച്ച് വരുന്ന ഒരു കടുത്ത ദേശീയവാദി എന്ന നിലയിലാണ് ഞാൻ ഈ അഭിപ്രായങ്ങൾ പറയുന്നത്. അത് ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ക്ഷമിക്കണം. കാരണം സത്യം പലപ്പോഴും ക്രൂരമാണ്. നിഷേധിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഓക്കെ ഷക്കീർ, രാംകുമാർ സാർ പറഞ്ഞൊക്കെ വസ്തുതകളല്ലേ? അല്ല, അദ്ദേഹത്തെ നമ്മൾ വളരെ ബഹുമാനിക്കുന്ന കൂട്ടത്തിലാണ്. പക്ഷെ അദ്ദേഹം ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് മാറി എന്നുള്ളതിൽ നമുക്ക് വളരെ സങ്കടമുണ്ട്. പ്രത്യേകിച്ചും എന്ത് കാപട്യമാണ് അദ്ദേഹം ഇതിൽ നിന്ന് മനസ്സിലാക്കിയെന്ന് അറിഞ്ഞാൽ തിരക്കില്ല. ഏതോ സ്വാതന്ത്ര്യത്തിന് മുമ്പുള്ള കഥകളും ഒക്കെ പറഞ്ഞിട്ടാണ് അദ്ദേഹം ഈ വർത്തമാന കാലത്തെ ഇപ്പോൾ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. നിങ്ങൾ എന്ത് കപട മതേതരത്വമാണ് ഇവിടെ പ്രകടമാക്കിയിട്ടുള്ളത്? അല്ലെങ്കിൽ ലീഗോ അല്ലെങ്കിൽ മറ്റുള്ളവരോ? അതേപോലെ തന്നെ പറഞ്ഞു, ഇപ്പോൾ പ്രിയങ്ക ഗാന്ധിയുടെ തെരഞ്ഞെടുപ്പിൽ, രാഹുൽ ഗാന്ധിയുടെ തെരഞ്ഞെടുപ്പിൽ പച്ചക്കൊടി ഉപയോഗിക്കാതെയാണ് ലീഗ് പ്രവർത്തിച്ചതെന്ന്. എന്തോ അദ്ദേഹം കാണാത്തതുകൊണ്ടായിരിക്കും. ഞാനൊക്കെ അവിടെ നിരവധി പരിപാടിയിൽ പങ്കെടുത്തതാണ്. ഈ ജനം TV ഉൾപ്പെടെ പലപ്പോഴും അത് എന്താ പറയാ, അവിടുത്തെ തെരഞ്ഞെടുപ്പ് റാലികളൊക്കെ കാണിച്ചതാണ്. ഐക്യജനാധിപത്യ മുന്നണിയിലെ പച്ചക്കൊടി പാടില്ല, വയനാട്ടിൽ പാടില്ല എന്നുള്ള ആ ഒരു വിലക്ക് അത് തെറ്റായ ഒരിക്കലുമില്ല. നിങ്ങളെ ജനം TV തന്നെ ഇപ്പൊ പ്രിയങ്ക ഗാന്ധിയുടെ റോഡ് ഷോകളോ രാഹുൽ ഗാന്ധി റോഡ് ഷോകളോ എടുത്ത് പരിശോധിക്ക്. ഐക്യജനാധിപത്യ മുന്നണിയുടെ, ഇന്ത്യ മുന്നണിയുടെ ഘടകകക്ഷി എന്നുള്ള നിലക്ക് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ കൊടി എല്ലാ സ്ഥലത്തും അവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞ ഒരു കാര്യത്തോട് അദ്ദേഹം മാത്രം ഞാൻ യോജിക്കുകയാണ്. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് വർഗീയ പാർട്ടിയാണ് എന്ന് എനിക്ക് അഭിപ്രായമില്ലാതെ പ്രിയങ്ക മത്സരിച്ച ആ സമയത്ത് ഒക്കെ അത് ഒഴിവാക്കാനുള്ള, പച്ചക്കൊടി ഒഴിവാക്കാനുള്ള, അത് തിരിച്ചടിക്ക് കാരണമാകുമെന്ന് നേരത്തെ മനസ്സിലാക്കിക്കൊണ്ട് അത് ഒഴിവാക്കാനുള്ള നിർദ്ദേശം ഉണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ ചർച്ച ചെയ്തതാണ്. ഷാക്കിർ, എന്തിനാ അത് മാറ്റി പറയുന്നത്? എവിടുന്ന് തിരിച്ചടി? ഏതർത്ഥത്തിലാണ് തിരിച്ചടി? ഉത്തരേന്ത്യയിൽ ഈ പച്ചക്കൊടി കണ്ടാൽ പാകിസ്ഥാന്റെ കൊടിയാണ് എന്ന് തെറ്റിദ്ധരിക്കുന്നത് കൊണ്ട് അങ്ങനെ ഒരു നിർദ്ദേശം ഉണ്ടായിരുന്നു. അത് നിർദ്ദേശം ഉണ്ടായിരുന്നു എന്നുള്ളത് നിങ്ങളുടെ വ്യാഖ്യാനം മാത്രമാണ്.
അത് നിങ്ങൾ പരിശോധിച്ച് ജനം TV തന്നെ നിങ്ങളുടെ ഗ്യാലറിയിൽ പരിശോധിച്ചാൽ ആ റോഡ് ഷോയുടെ ഒക്കെ വീഡിയോസ് ഇഷ്ടം പോലെ ഉണ്ടാവുമല്ലോ. അതുകൊണ്ട് അഡ്വക്കേറ്റ് കെ രാംകുമാറിനോട് എനിക്ക് വളരെ വിനീതമായി പറയാനുള്ളത്, നിങ്ങൾ ഒരു ദേശീയവാദി ആണെങ്കിൽ നിങ്ങൾ ഇന്ത്യയിലെ ഏതെങ്കിലും സംസ്ഥാനത്ത്, ഇപ്പം മലപ്പുറം ജില്ലയിൽ നമ്മൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങൾ താമസിക്കുന്ന ജില്ലയാണല്ലോ, മുസ്ലിം ലീഗിന് ഭൂരിപക്ഷമുള്ള ജില്ലയാണെങ്കിലോ, ഏറ്റവും കൂടുതൽ സാഹോദര്യത്തോടെ സന്തോഷത്തോടെ ഹൈന്ദവ മതവിശ്വാസികൾ ജീവിക്കുന്ന ജില്ല ഇന്ത്യയിൽ മലപ്പുറമായിരിക്കും. അതെന്തുകൊണ്ടാണ്? പാണക്കാട് കുടുംബവും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗും യഥാർത്ഥ മതവിശ്വാസികളായി രാജ്യത്ത് ജീവിക്കുന്നത് കൊണ്ട്, ദേശീയവാദികളായതുകൊണ്ട്, രാജ്യസ്നേഹികളായതുകൊണ്ട് എല്ലാവരെയും ഒരേപോലെ കണ്ട് മുന്നോട്ട് പോവുകയാണ്. നിങ്ങൾ ദയവായിട്ട് ഈ കാര്യത്തിൽ പഴയ കഥകൾ പറഞ്ഞു. നിങ്ങൾ ജിന്നയെക്കുറിച്ച് പറഞ്ഞു. പാകിസ്ഥാൻ വാദം യഥാർത്ഥത്തിൽ ആദ്യമായി ഉയർത്തിയത് ആരാണ്? നിങ്ങൾക്ക് എന്നേക്കാൾ കൂടുതൽ ചരിത്രം അറിയുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കരുത്. ഹിന്ദു മഹാസഭയാണ് പാകിസ്ഥാന് വേണ്ടി ഇന്ത്യ രാജ്യത്ത് ആദ്യമായി ശബ്ദമുയർത്തിയത്. 940 വരെ ലാഹോർ സമ്മേളനം വരെ ജിന്ന പാകിസ്ഥാൻ വാദത്തിനെതിരായിരുന്നു. നിങ്ങൾക്കറിയില്ലേ, ലണ്ടനിൽ അദ്ദേഹത്തിന് നൽകിയ സ്വീകരണത്തിൽ അദ്ദേഹത്തെ ഈ ഒരൊറ്റ കാരണം കൊണ്ട് ബഹിഷ്കരിച്ചത് നിങ്ങൾക്കറിയാമല്ലോ. അദ്ദേഹം പാകിസ്ഥാൻ വാദത്തിനെതിരായിരുന്നല്ലോ. പിന്നെ പഴയ കഥയിലേക്ക് കൊണ്ടുപോയി ഇന്നത്തെ വിജയരാഘവന്റെ വർഗീയ പരാമർശത്തെ നിങ്ങൾ മറച്ചു പിടിക്കാൻ ഈ തെറ്റായ കാര്യങ്ങളിലേക്ക് പോകരുത് എന്ന് വളരെ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. ഇവിടെ വിജയരാഘവനാണെങ്കിലും അതുപോലെ തന്നെ ഈ ചാനൽ ചർച്ചയിൽ പങ്കെടുക്കുന്ന ഇന്നത്തെ രാംകുമാറിനെ പോലെയുള്ള ആളുകളാണെങ്കിലും ഒരേ ശൈലിയിൽ ചിന്തിക്കുന്നത് നമ്മുടെ രാജ്യത്തെ സൗഹാർദ്ദ അന്തരീക്ഷത്തിന് അപകടകരമാണ് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ശ്രീ എൻ ശ്രീകുമാർ, ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ലോക്സഭാ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകളിലും പ്രതീക്ഷിച്ച വോട്ടുകൾ മുസ്ലിം സമുദായത്തിൽ നിന്ന് ലഭിക്കാത്തതിലുള്ള വിദ്വേഷത്തിൻ്റെ അടിസ്ഥാനത്തിലാണോ വിജയരാഘവൻ ഇങ്ങനെയൊരു പരാമർശം നടത്തിയത്, അതോ യാഥാർത്ഥ്യ ബോധത്തോടുകൂടിയുള്ള ഒരു പ്രസ്താവനയാണോ? അത് മാത്രമല്ല, ഇപ്പോൾ കോൺഗ്രസും ലീഗുമൊക്കെ ആരോപിക്കുന്നത് പോലെ ഇനി ഭൂരിപക്ഷ വോട്ടുകളിൽ കണ്ണും നട്ടാണ് LDF ഇരിക്കുന്നത്. അതുകൊണ്ട് അവരെ ഒന്ന് സുഖിപ്പിക്കാൻ വേണ്ടിയുള്ള പരാമർശമാണോ ഇത്? എങ്ങനെയാണ് താങ്കൾ ഇതിനെ നോക്കിക്കാണുന്നത്? നോക്കൂ മിസ്റ്റർ നമ്പ്യാർ, ശ്രീ വിജയരാഘവൻ ഈ പൊതുയോഗങ്ങളിൽ നടത്തുന്ന പ്രസംഗങ്ങളിൽ അദ്ദേഹം ഉപയോഗിക്കുന്ന ഭാഷയും അതുപോലെ വാചകങ്ങളൊക്കെ നമ്മൾ പലവട്ടം കേട്ടിട്ടുള്ളതാണ്. അതൊക്കെ ഒന്നുകിൽ പാർട്ടി അംഗീകരിക്കുകയോ അല്ലെങ്കിൽ പാർട്ടി മൗനം പാലിക്കുകയോ ചെയ്യുന്നു. അദ്ദേഹം പോളിറ്റ് ബ്യൂറോ മെമ്പറാണ് CPM-ൻ്റെ. അദ്ദേഹം പറഞ്ഞത് എന്താണ്? വയനാട്ടിൽ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഒക്കെ ജയിച്ചത് മുസ്ലിം വർഗീയ വോട്ടുകൾ കൊണ്ടാണ്. അവരുടെ ജാഥയ്ക്ക് മുന്നിലും പിന്നിലും ആരാണ് നിരന്നത്, ഇതൊക്കെയാണ് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ഈ പ്രിയങ്ക ഗാന്ധി രാഹുൽ ഗാന്ധി പിന്നെ ജയിച്ച് പിന്നെ ഇപ്പം മാറിപ്പോയല്ലോ. പ്രിയങ്ക ഗാന്ധി ഇപ്പോൾ ഇത്രയധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിന് ജയിച്ചിട്ട് ആ ജയിച്ച സമയത്ത് പാർട്ടിക്കൊരു പ്രസ്താവന ഇറക്കായിരുന്നല്ലോ, പ്രിയങ്ക ഗാന്ധിയുടെ ജയം ഇന്ന കാരണം കൊണ്ടാന്ന്. പക്ഷെ അന്ന് അവരങ്ങനെ പറഞ്ഞില്ലല്ലോ. അവർ പിന്നീട് ഡൽഹിയിലെ പ്രിയങ്ക ഗാന്ധി സത്യപ്രതിജ്ഞ ചെയ്ത ശേഷം ആ പ്രിയങ്ക ഗാന്ധിക്കൊപ്പം ഇപ്പോഴും സമരം ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ വർഗീയ വോട്ടുകൾ നേടി വിജയിച്ച് പാർലമെൻറ്റിലെത്തിയ പ്രിയങ്ക ഗാന്ധിക്ക് ഒപ്പം ഞങ്ങൾ സമരം ചെയ്യില്ല എന്ന ഒരു തീരുമാനം എന്താണ് CPM-ന് എടുക്കാൻ വിസമ്മതം? ഇനി അതൊക്കെ പോട്ടെ, ദേശീയ തലത്തിൽ ആ പാർട്ടി ദേശീയ നേതാവാണല്ലോ പ്രിയങ്ക ഗാന്ധി. അപ്പോൾ ദേശീയ തലത്തിൽ ആ പാർട്ടി എന്തുകൊണ്ടാണ് ഇത്തരം ആരോപണം ഉന്നയിക്കാതിരുന്നത്? അല്ലെങ്കിൽ പിന്നെ CPM-ൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ശേഷം ചേർന്നല്ലോ, അപ്പോൾ അവരിത് ഉന്നയിച്ചില്ലല്ലോ. ഇടതുമുന്നണി യോഗം ചേരാറില്ല, അതുകൊണ്ട് ഞാനത് വിട്ടുകളയാണ്. അപ്പോൾ ഒരു പൊതുയോഗത്തിലാണോ പാർട്ടി നയം പ്രഖ്യാപിക്കുന്നത്? ഏറ്റവും ദുഃഖകരമായ വസ്തുത എന്താണെന്ന് വെച്ചാൽ വിജയരാഘവൻ പറഞ്ഞത് ഒരു ദിവസം കഴിഞ്ഞപ്പോൾ പാർട്ടിയുടെ നേതാക്കളൊക്കെ ശരിവെക്കുകയാണ്. അപ്പോൾ പാർട്ടി നയം തീരുമാനിക്കുന്നത് ഒരു പൊതുയോഗത്തിലെ പ്രസംഗത്തിൽ വിജയരാഘവനാണോ? സാധാരണ നമ്മളൊക്കെ കേട്ടിട്ടുള്ളത് പാർട്ടി കോൺഗ്രസ്സിൽ അവരുടെ നയം രൂപീകരിക്കുമെന്നാണ്. പാർട്ടി കോൺഗ്രസ്സിന് ശേഷം LDF കൺവീനർ എന്ന് വിജയരാഘവൻ മുസ്ലിം ലീഗിനെ ക്ഷണിച്ചില്ലേ LDF-ലേക്ക്? അത് വലിയ വിവാദമായില്ലേ? അതിനുശേഷവും മുസ്ലിം ലീഗിൻ്റെ ഇതിനു മുമ്പ് 1987 CPM-ലെ ഒരു ബദൽ രേഖ അവതരിപ്പിച്ചില്ലേ MP രാഘവൻ? അന്ന് MP രാഘവൻ ബദൽ രേഖ അവതരിപ്പിച്ചപ്പം CPM-ലെ ഒരു വിഭാഗം പറഞ്ഞ മുസ്ലിം ലീഗിനെ LDF-ലേക്ക് കൊണ്ടുവരണമെന്നല്ലേ. അപ്പം അന്നൊക്കെ അവർക്കൊരു നയം ഉണ്ടായിരുന്നു. ഇന്നിപ്പം നയമില്ല. എന്താ കാരണം? കേരള CPM-ഉം കേരളത്തിന് പുറത്തുള്ള ദേശീയ തലത്തിലുള്ള CPM നേതൃത്വവും വേറിട്ട് നിൽക്കുകയാണ്.
അത് സീതാറാം യെച്ചൂരിയുടെ കാലത്ത് പ്രകടമായിരുന്നു. ഇപ്പം പിന്നെ താൽക്കാലിക സെക്രട്ടറി ആയതുകൊണ്ട് പ്രകാശ് കാരാട്ടിൻ്റെ കാലത്ത് അത്ര രൂക്ഷമായിട്ട് വരുന്നില്ല. അപ്പോൾ ദേശീയ തലത്തിൽ CPM-ന് ഒരു നയമില്ല എന്നുള്ളതിൻ്റെ തെളിവാണത്. പഴയ കാലത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് ഒരു നയം ഉണ്ടായിരുന്നു, അത് പാർട്ടി കോൺഗ്രസ് എടുക്കുന്ന നയമാണ്. ഭരണ കാര്യത്തിൽ കേരളത്തിലെ CPM എടുത്തിരുന്നത് പഠന കോൺഗ്രസ് നടത്തിയിട്ടാണ്, അറിയാമല്ലോ. ഓരോ 3 വർഷം കൂടുമ്പോഴൊക്കെ ഒരു പഠന കോൺഗ്രസ് നടത്തിയിരുന്നു ഭരണപരമായ കാര്യങ്ങൾ എടുക്കാൻ. പക്ഷേ ഇപ്പോൾ നോക്കൂ, ഇപ്പോൾ ഒന്നുമില്ല. ഇപ്പം എന്താണ്, അന്നെടുക്കുന്ന തീരുമാനമാണ്. ഇന്നിപ്പോൾ ലീഗിനെ പിന്തുണയ്ക്കുന്ന തോന്നിയാൽ പിന്തുണയ്ക്കും, നാളെ ലീഗിനെ എതിർക്കണമെന്ന് തോന്നിയാൽ എതിർക്കും. അല്ലാണ്ട് ഇതിൽ പ്രത്യേകിച്ച് അവർക്കൊരു നയമില്ലാതെ ഒരു കേരള കോൺഗ്രസ് രാഷ്ട്രീയ നിലപാടിലേക്ക് കേരളത്തിലെ CPM മാറിയിരിക്കുകയാണ്. പാർട്ടി സെക്രട്ടറിയും പാർട്ടി പോളിറ്റ് ബ്യൂറോയും ഒക്കെ തീരുമാനിക്കുന്ന നയമാണ് CPM കൊണ്ട് നടന്നിരുന്നത്. അതവർ മുസ്ലിം ലീഗിനെ വർഗീയ പാർട്ടിയാണെന്ന് ഇന്നേവരെ പറഞ്ഞിട്ടുമില്ല. മുസ്ലിം ലീഗിനെ പുകഴ്ത്തിയിട്ട് മുസ്ലിം ലീഗിനെ ഫലസ്തീൻ പ്രശ്നം, ഇസ്രായേൽ ഫലസ്തീൻ പ്രശ്നം വന്നപ്പോൾ കോഴിക്കോട്ട് മുസ്ലിം ലീഗിനെ ക്ഷണിച്ചത് ഓർമ്മയില്ലേ നമ്പ്യാർക്ക്? അന്ന് E.T. മുഹമ്മദ് ബഷീർ ക്ഷണം സ്വീകരിച്ചില്ലേ? എന്നിട്ട് ലീഗ് പങ്കെടുക്കുമോ പങ്കെടുക്കില്ലേ എന്ന സംശയം വന്നപ്പോൾ കോൺഗ്രസിനെ ക്ഷണിച്ചില്ല. മതേതര പാർട്ടിയായ കോൺഗ്രസിനെ ക്ഷണിച്ചില്ല അന്ന് CPM. എന്നിട്ട് ലീഗിനെ ക്ഷണിച്ചു. ആ ലീഗാണ് ഇന്ന് വർഗീയ പാർട്ടിയെന്ന് CPM പറയുന്നത്. ഒരു വർഷമായിട്ടില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും മിസ്റ്റർ നമ്പ്യാർ. അതായത് ഈ പാർട്ടിക്ക് ഇപ്പോൾ നയമില്ല. ഇവിടെ ശ്രീ രാംകുമാർ, ഞാൻ വിചാരിച്ചു വിജയരാഘവൻ്റെ അഭിപ്രായത്തെക്കുറിച്ച് അദ്ദേഹം വിചാരിച്ചത് അദ്ദേഹം പഴയ ചരിത്രം പറയണം. ആ ചരിത്രം എന്നൊക്കെ പറഞ്ഞാൽ ഇതൊരുപാട് കഥകൾ ഉണ്ടാക്കിയ ചരിത്രമാണ്. നെഹ്റുവിന് പ്രധാനമന്ത്രിയാകാൻ വേണ്ടി അത് ചെയ്തു ഇത് ചെയ്തു എന്നുള്ളതൊക്കെ. അദ്ദേഹം അതിപ്പോൾ വല്ലഭായ് പട്ടേലിനെ ഒതുക്കാൻ ശ്രമിച്ചു, രാജേന്ദ്ര പ്രസാദിനെ ഒതുക്കാൻ ശ്രമിച്ചു, ഗാന്ധിജിയെ ധിക്കരിച്ചു, മുസ്ലിം രാഷ്ട്രം രൂപീകരിച്ചപ്പോൾ ആ രീതിയിൽ ഒരുപാട് കഥകളൊക്കെ ഇങ്ങനെ പറഞ്ഞു വരുന്നുണ്ട്. പക്ഷെ നമ്മളിവിടെ ചർച്ച എന്താണ്? ശ്രീ രാംകുമാർ നന്നായിട്ട് രാഷ്ട്രീയം അറിയുന്ന ആളാണ്. അദ്ദേഹം പറയുന്നത് എനിക്ക് രാഷ്ട്രീയ പ്രവർത്തനം ഇല്ലെന്ന ശരിയായിരിക്കാം, പക്ഷേ അദ്ദേഹത്തിൻ്റെ വ്യക്തമായ രാഷ്ട്രീയ പക്ഷം നമുക്കറിയാം. അദ്ദേഹം അടിയന്തരാവസ്ഥ കാലത്ത് അദ്ദേഹം പ്രമുഖനായ അന്നും അഭിഭാഷകനായിരുന്നല്ലോ. അദ്ദേഹം വാദിച്ച കാര്യങ്ങളൊക്കെ നമുക്കറിയാം. ശ്രീ രാംകുമാർ ഇവിടെ വിവരിക്കേണ്ടിരുന്നത് വിജയരാഘവൻ്റെ പ്രസംഗത്തെക്കുറിച്ചായിരുന്നു. അത് കേരളത്തിൽ ഇങ്ങനെ പറയുമ്പോൾ ഒരു ലോക്സഭാ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് ഇപ്പോൾ 2-3 മാസം കഴിഞ്ഞു. ഈ 3 മാസത്തിൽ ഇന്നവരെ പാർട്ടി പറയാത്ത കാര്യം ഒരു പൊതുയോഗത്തിലെ പ്രസംഗത്തിൽ പറഞ്ഞിട്ട് ഇന്ന് ഗോവിന്ദ മാഷ് പറയാണ്. അത് വിജയരാഘവൻ പറഞ്ഞ എന്താ തെറ്റ്? ദൂരവ്യാപകമായ ഫലങ്ങൾ. എന്ത് ദൂരവ്യാപകം? നാളെ മുസ്ലിം ലീഗ്, അതെ, നാളെ മുസ്ലിം ലീഗ് CPM-നോട് ചോദിക്കുകയാണ്, ഇടത് മുന്നണിയിലേക്ക് ഞങ്ങൾ വരട്ടെന്ന് ചോദിച്ചാൽ ഇവരിതെല്ലാം പറഞ്ഞ് 2 കൈ നീട്ടും. തീർച്ചയായും നോക്കൂ, ഇവരുടെ കൂടെ INL എന്നൊരു ലീഗിൻ്റെ വിഭാഗമുണ്ട്, ഇന്ത്യൻ നാഷണൽ ലീഗ്. ഇബ്രാഹിം സുലൈമാൻ സേട്ട് രൂപം കൊടുത്ത ഇന്ത്യൻ നാഷണൽ ലീഗ് ഇന്ന് അവരുടെ ഒപ്പം ഉണ്ട്. അവരെ ഒരു മന്ത്രിയാക്കി മറ്റേ ദേവർകോവിലിനെ പിന്നീട് മാറ്റി വേറെ കാര്യം. ആ INL-നെ ഇടതുമുന്നണിയിൽ വെച്ചുകൊണ്ടാണ് ഇവർ പറയുന്നത് മുസ്ലിം വർഗീയതയെ കുറിച്ചിട്ട്. അപ്പം ഞാൻ പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് CPI ഇവർക്ക് വിലയില്ല. മനസ്സിലായല്ലോ മിസ്റ്റർ നമ്പർ? ഇവരെ കഴിഞ്ഞ 3-4 വർഷം മുമ്പ് ചിന്ത വാരികയിൽ എഴുതിയ എന്താണ്? കേരളത്തിൽ 2 കമ്മ്യൂണിസ്റ്റ് പാർട്ടി വേണ്ട, അതുകൊണ്ട് CPI കൊടിയും ചുരുട്ടി പൊക്കോ എന്ന് ചിന്തയിൽ ലേഖനം എഴുതി. CPM-ന്റെ താത്വിക വാരികയിൽ ലേഖനം എഴുതി. എന്നിട്ട് ആ ലേഖനത്തിനെതിരായി നമ്മളുടെ കാനൻ രാജേന്ദ്രൻ സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കിയിരുന്നു. അങ്ങനെയുള്ള CPI ഇന്നും നോക്കൂ, CPM-നെ വിമർശിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ CPI പറയുന്നില്ലല്ലോ മറ്റേ വർഗീയ വോട്ട് കിട്ടിയിട്ടാണ് വയനാട്ടിൽ ജയിച്ചതെന്ന്. അവരുടെ സ്ഥാനാർത്ഥിയല്ലേ തോറ്റത് 2 തവണയും? ആനി രാജയും നമ്മളുടെ സത്യം മൊകേരിയും. അവർ പറഞ്ഞിട്ട് ഞാൻ കേട്ടിട്ടില്ല വർഗീയവാദികളുടെ വോട്ട് കിട്ടിയാൽ ജയിച്ചതെന്നുള്ളത്. അവിടെ ഇലക്ഷൻ കാലത്ത് ഇപ്പോൾ ശ്രീ രാംകുമാർ പറഞ്ഞു പച്ചക്കൊടി ഉപയോഗിക്കാൻ സമ്മതിച്ചില്ലെന്ന്. പച്ചക്കൊടി ഉപയോഗിക്കാതിരുന്നൊരു സന്ദർഭം ഉണ്ടായിരുന്നു. അത് രാഹുൽ ഗാന്ധി മത്സരിച്ച കാലത്ത് ഒരു തെറ്റായ പ്രചരണത്തിന് ആ കൊടിയെ ഉപയോഗിക്കുന്നത് കണ്ടപ്പോൾ അത് മാറ്റിയിട്ടുണ്ടാകാം, ഇല്ലെന്ന് പറയുന്നില്ല. ഇത്തവണ പ്രിയങ്ക ഗാന്ധിയുടെ ജാഥയിലും പ്രിയങ്ക ഗാന്ധിയുടെ എല്ലാ കാര്യത്തിലും പച്ചക്കൊടി ഉണ്ടായിരുന്നു ലീഗിൻ്റെ. ഞാൻ പറഞ്ഞ നമ്മുടെ സമകാലിക രാഷ്ട്രീയത്തില് എല്ലാത്തിനും തെളിവുണ്ട്, വീഡിയോകൾ, എല്ലാ ചാനലുകളും ഇതൊക്കെ. പച്ച ബലൂണുകളായിരുന്നു കൂടുതൽ. കേട്ടില്ല? പച്ച ബലൂണുകളായിരുന്നു കൂടുതലെന്ന്, കൊടി ഉണ്ടായിരുന്നില്ല, കുറവായിരുന്നു. അല്ല, പച്ച ബലൂണും ഉണ്ടായിരുന്നു, പച്ചക്കൊടി ഉണ്ടായിരുന്നു. അല്ല ബലൂൺ ഉണ്ടായിരുന്നു, ഇല്ലെന്ന് പറയുന്നില്ല. പച്ച ബലൂൺ എന്തിനാ? എന്നാ പിന്നെ ചുവപ്പ് ബലൂൺ കൂട്ടിക്കൂടെ? പച്ച ബലൂൺ ലീഗിന് കാണിക്കാനാണ്,
ചുവന്ന ബലൂൺ, വെള്ള ബലൂൺ, പച്ച ബലൂൺ, മഞ്ഞ ബലൂൺ ഒക്കെ ഓരോ രാഷ്ട്രീയ കക്ഷികളുടെ കളറായിട്ടൂടെ ഉണ്ടല്ലോ കേരളത്തിൽ. കംപ്ലീറ്റ് ചുവപ്പാണെങ്കിൽ അത് മുസ്ലിം, അല്ല CPM. കംപ്ലീറ്റ് പച്ചയാണെങ്കിൽ അത് ലീഗ്. അതിലൊന്നും ഞാൻ പറഞ്ഞത് അതൊക്കെ നമ്മൾ നിസ്സാര കാര്യം കൃഷ്ണൻ നമ്പ്യാർ. ഞാൻ പറയുന്ന ഗൗരവമുള്ള കാര്യമാണ്. വിജയരാഘവൻ പറഞ്ഞത് പാർട്ടിയുടെ നയമായിട്ട് ഗോവിന്ദ മാഷ് ഇന്നും പറഞ്ഞിട്ടില്ല കേട്ടോ. അത് നിങ്ങൾ ശ്രദ്ധിക്കണം. ഗോവിന്ദ മാഷ് പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ UDFന്റെ ഘടകകക്ഷികളായിട്ട് ജമാഅത്ത് പാർട്ടിയെ കൂട്ടുന്നു എന്നൊക്കെയാണ്. ഈ ജമാഅത്ത് പാർട്ടി മിസ്റ്റർ നമ്പ്യാർ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്, ഗുരുവായൂർ ഉപതെരഞ്ഞെടുപ്പിൽ PT കുഞ്ഞുമുഹമ്മദിനെ പിന്തുണ കൊടുത്തു, തിരുവമ്പാടി ഉപതെരഞ്ഞെടുപ്പിന് ശ്രീ ജോർജിന് പിന്തുണ കൊടുത്തു നമ്മുടെ ജമാഅത്ത്. ഒരു ഘട്ടത്തിൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലെ 20 മണ്ഡലങ്ങളിലും പിന്തുണ കൊടുത്തു. ഇതൊക്കെ CPM വാങ്ങിച്ചതാ. അവരെന്നിട്ട് ഇവരെ വിശ്വാസം ഇല്ലാണ്ടായി. CPMനെ വിശ്വാസം ഇല്ലാതായപ്പോഴാണ് അവർ മാറിപ്പോയത്. ഇപ്പോൾ അവർ വർഗീയ പാർട്ടിയായി, UDFന്റെ ഘടകകക്ഷി. പക്ഷെ ഇതൊന്നും ഏശിയില്ലല്ലോ, പാലക്കാട് അടക്കം ഏശിയില്ലല്ലോ. ബാക്കിയാ പിന്നെ പറയാം. ഓക്കെ ഡോക്ടർ ജയരാജ്, കിട്ടാത്ത മുന്തിരി പുളിക്കുന്നത് കൊണ്ടാണോ ഇങ്ങനെയൊരു പരാമർശം ഉണ്ടായിരിക്കുന്നത്? നോക്കൂ, വലിയ തിരിച്ചടിയുണ്ടായി. ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും അതുപോലെ ഉപതെരഞ്ഞെടുപ്പുകളിലും. അതിൻ്റെ അടിസ്ഥാനത്തിലാണോ വിജയരാഘവൻ ഇങ്ങനെ ഒരു പരാമർശം നടത്തിയത്, അതോ വളരെ സതുദ്ദേശപരമായിട്ടാണോ? അതായത് അവർ പറഞ്ഞത്, ഇന്ന് MV ഗോവിന്ദൻ ആവർത്തിച്ചത്, അതായത് ഭൂരിപക്ഷ തീവ്രവാദത്തെ എതിർക്കുന്നത് പോലെ ന്യൂനപക്ഷ തീവ്രവാദത്തെയും ഞങ്ങൾ എതിർക്കുന്നു. അതാണ് എക്കാലവും സ്വീകരിച്ചു പോന്ന നിലപാട് എന്നാണ് പറഞ്ഞത്. അതേസമയം ലീഗിനെ പ്രത്യക്ഷത്തിൽ ആക്രമിക്കാതെ പിന്നെ ലീഗിനെ ഒന്ന് സുഖിപ്പിക്കാനുള്ളൊരു ശ്രമം കൂടി MV ഗോവിന്ദൻ്റെ ഭാഗത്തുനിന്നുണ്ടായി. TP രാമകൃഷ്ണൻ്റെ ഭാഗത്തുനിന്നും അത്തരത്തിലുള്ള ഒരു പരാമർശമാണ് ഉണ്ടായത്. എന്താണ് ഉദ്ദേശിക്കുന്നത്? എന്താണ് നിങ്ങളുടെ നിലപാട്? നേരത്തെ N. ശ്രീകുമാർ പറഞ്ഞതുപോലെ നേരത്തെ പാർട്ടി പോളിറ്റ് ബ്യൂറോയും പിന്നെ പാർട്ടി കോൺഗ്രസും ഒക്കെ ആയിരുന്നു തീരുമാനിച്ചിരുന്നത് എന്തായിരിക്കണം പാർട്ടിയുടെ നിലപാട്, നയസമീപനങ്ങൾ എന്തായിരിക്കണം എന്നുള്ളതാണ്. ഇതിപ്പോൾ വിജയരാഘവനെന്ന് പറയുന്നു, അത് ഏറ്റുപിടിക്കാൻ MV ഗോവിന്ദൻ അതുപോലെ TP രാമകൃഷ്ണൻ. എന്തുകൊണ്ടാണ് ഇക്കാര്യത്തിൽ വ്യക്തവും കൃത്യവുമായിട്ടുള്ള ഒരു നിലപാട് അത് പാർട്ടി വേദികളിൽ ആലോചിച്ച് തീരുമാനിക്കാത്തത്? അതിനു മുമ്പ് എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഞാൻ നേരത്തെ ഈ ചർച്ചയിൽ കുറച്ച് സമയം കഴിഞ്ഞിട്ടാണ് ജോയിൻ ചെയ്തത്. അഡ്വക്കേറ്റ് രാംകുമാർ പറയുന്ന കാര്യങ്ങൾ എനിക്ക് പൂർണ്ണമായിട്ട് കേൾക്കാൻ പറ്റിയില്ല. പക്ഷേ മുതിർന്ന മാധ്യമപ്രവർത്തകൻ ശ്രീകുമാർ സാറിൻ്റെ വാർത്തയിൽ നിന്ന് മനസ്സിലായി ചരിത്രത്തിനെ കുറിച്ച് പറഞ്ഞു എന്ന്. ചരിത്രത്തിന് എന്തിനാണ് കോൺഗ്രസ് നിഷേധിക്കുന്നത്? ചരിത്ര ഓർമ്മകൾ ഉണ്ടായിരിക്കണം, എല്ലാ കാര്യങ്ങളുടെയും ഓർമ്മകൾ ഉണ്ടായിരിക്കണം ശ്രീകുമാർ സാറേ. അതുപോലെ തന്നെ മുതിർന്ന മാധ്യമപ്രവർത്തകനല്ലേ, പാർട്ടി പരിപാടി എടുത്തൊന്ന് വായിച്ചു നോക്കണം. അതിനകത്ത് വളരെ കൃത്യമായിട്ട് തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇന്നലെ വിജയരാഘവൻ പറഞ്ഞ കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് പാർട്ടിയുടെ നയം തന്നെയാണ്. ലീഗിനെ അല്ല അവിടെ ആക്രമിച്ചത്. അവിടെ ആക്രമിച്ചത് ജമാഅത്ത് ഇസ്ലാമി എന്ന് പറയുന്ന മതരാഷ്ട്രവാദിയെയും SDPI എന്ന് പറയുന്ന തീവ്ര മുസ്ലിം സംഘടനയാണ്. മുസ്ലിം ലീഗിന്റെ കാര്യം പറഞ്ഞില്ല. ഡോക്ടർ ജയരാജ്, അങ്ങനെയാണെങ്കിൽ ആ പേരുകൾ എന്താണ് പരാമർശിക്കാതെ പോയത്? ആ പേരുകൾ ജമാഅത്തെ ഇസ്ലാമി, SDPI എന്നൊക്കെ പേരെടുത്ത് എന്തുകൊണ്ടാണ് പരാമർശിക്കാതെ പോയത്? തന്നെയാണ് പറഞ്ഞത്, പേര് പറഞ്ഞില്ല. തീവ്രവാദ സംഘടന എന്ന് പറയുമ്പോൾ ലീഗ് തീവ്രവാദ സംഘടന എന്ന് ആരെങ്കിലും പറയുമോ? അല്ല. കേരളത്തിലെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞ സംഘടന തീവ്രവാദ സംഘടനയാണെന്ന് RSSകാർ പോലും പറയില്ല. അല്ല നോക്കൂ, അല്ല അദ്ദേഹം പറഞ്ഞത് വയനാട്ടിൽ പ്രിയങ്കയുടെ തെരഞ്ഞെടുപ്പ് ഘോഷയാത്രയുടെ മുന്നിലും പിന്നിലും ആരൊക്കെയായിരുന്നു? ചോദ്യം നമ്പർ 1, ന്യൂനപക്ഷ വർഗീയതയുടെ ഏറ്റവും മോശപ്പെട്ട ഘടകങ്ങൾ. അദ്ദേഹം മൂന്നാമത് പറയുന്നു തീവ്ര വർഗീയ ഘടകങ്ങൾ ഉണ്ടായില്ലേ എന്നുള്ളതാണ്. അവിടെ പേരെടുത്തൊന്നും പറയുന്നില്ല. അങ്ങനെയാണ് പ്രത്യക്ഷത്തിൽ പറയാലോ. തീർച്ചയായിട്ടും അതിൽ നിന്ന് നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളല്ലോ. അല്ല, അങ്ങനെ എന്തിനാണ് ഊഹത്തിന് ഒരു സ്പേസ് കൊടുക്കുന്നത്? തീവ്രവാദത്തിന്റെ കാര്യം പറയുന്നുണ്ട്, അത് എല്ലാ മുസ്ലിങ്ങളെ ഉദ്ദേശിച്ചല്ലോ. മുസ്ലിങ്ങളിലെ തീവ്രവാദികളെ വളരെ കൃത്യമായിട്ടാണ് പറഞ്ഞത്, അല്ലാതെ മുസ്ലിം വിഭാഗത്തിനെ ഒന്നടങ്കം ആക്ഷേപിച്ചൊന്നുമല്ല. പാർട്ടി പരിപാടിയിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയും ഒരുപോലെ ചെറുക്കുന്ന പാർട്ടി തന്നെയാണ് CPM എന്ന്. അതുപോലെ തന്നെ ഇന്ത്യയിലെ സമകാലീന സാഹചര്യത്തിൽ ഭൂരിപക്ഷ വർഗീയതയാണ് ന്യൂനപക്ഷ വർഗീയതയ്ക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് കൊണ്ട് ന്യൂനപക്ഷ വർഗീയതയെ പിന്തുണയ്ക്കേണ്ടെന്ന ചില സാഹചര്യങ്ങളും ഇന്ത്യൻ പ്രത്യേക സാഹചര്യത്തിൽ ഉണ്ടെന്നും പറഞ്ഞു വെച്ചിട്ടുണ്ട്. പാർട്ടി പരിപാടി കൃത്യമായിട്ട് ശ്രീകുമാർ സാർ അത് വായിക്കാത്തത് കൊണ്ടാണ് കൃത്യമായിട്ട് അത് എഴുതി വെച്ചിട്ടുണ്ട്. അത് തന്നെയാണ് വിജയരാഘവൻ പറഞ്ഞതിനെ. ഈ വർഗീയ സംഘടനകളുടെ ഒക്കെ പിന്തുണ നിങ്ങൾക്ക് ലഭിച്ചിരുന്നില്ലേ? തരാതരം ലഭിച്ചിരുന്നില്ലേ? ഇല്ലാന്ന് പറയാൻ പറ്റുമോ?
ജമാഅത്തെ ഇസ്ലാമിയെ തള്ളി പറഞ്ഞപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയുടെ അമീർ തന്നെ പറഞ്ഞു, മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരിൽ കണ്ടാണ് വോട്ട് അഭ്യർത്ഥിച്ചതും വോട്ട് വാങ്ങിപ്പോയതും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. പിന്നെ നിങ്ങൾക്ക് എന്ത് ധാർമ്മികതയാണ് ഈ വിഷയത്തിലുള്ളത്? നിങ്ങൾക്ക് എങ്ങനെ ഇതിനെ വിമർശിക്കാനാവും? ഒരു വർഗീയ സംഘടനയുടെയും ഞാൻ കൃത്യമായിട്ട് പറയട്ടെ അനിൽ സാറെ, ഞാൻ കൃത്യമായിട്ട് പറയട്ടെ, ഒരൊറ്റ വർഗീയ സംഘടനയുടെയും ഒരു ജാതി സംഘടനയുടെയും തിണ്ണനിറങ്ങാനായിട്ട് CPM-ന്റെ ഒരു പ്രവർത്തകൻ, ഒരു സാധാരണ പ്രവർത്തകൻ പോലും ഇതുവരെ പോയിട്ടില്ല. അങ്ങോട്ട് പോയി കണ്ടതോ? ഞാൻ ഇന്ന് ഈ ഇടത് നിരീക്ഷകൻ എന്നുള്ള കുപ്പായ അഴിച്ചു വെക്കാം. ഞാൻ വെല്ലുവിളിക്കുകയാണ്. അമീറിനെ എന്ത് വേണേലും പറയാം. അങ്ങോട്ട് പോയി കണ്ടല്ലോ. കാണാൻ ആരും ജമാഅത്തെ ഇസ്ലാമി ഒന്നും വോട്ട് മേടിച്ച് ആരും ജയിച്ചിട്ടുമില്ല. അതെ അതെ, അത് അമീർ പറയുന്നതല്ലേ? അത് അമീർ പറയുന്നതല്ലേ? മുഖവിലേക്ക് എടുക്കാമോ? നോക്കൂ, ഈ വെല്ലുവിളിയൊക്കെ ഇതൊരു പബ്ലിക് പ്ലാറ്റ്ഫോമാണ് കേട്ടോ, ശ്രദ്ധിക്കണം. തീർച്ചയായിട്ടും വാക്കുകൾ ശ്രദ്ധാപൂർവ്വം ഉപയോഗിക്കണം. പറഞ്ഞത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മുസ്ലിം ലീഗിന്റെ ഏറ്റവും വലിയ ദുരവസ്ഥ എന്തോന്നറിയോ? മുസ്ലിം ലീഗിനെ ഇപ്പൊ ഈ തീവ്ര മതസംഘടനകൾ ഹൈജാക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതാണ് മുസ്ലിം ലീഗ് നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി ഇന്ന് കേരളത്തില് ചെറുപ്പക്കാർ മുഴുവൻ ഈ തീവ്രവാദ സംഘടനകളിലേക്ക് പോകുന്നതിന്റെ ഒരു ഉത്തരവാദിത്വം മുസ്ലിം ലീഗിനും കൂടെ ഉണ്ട്. അവിടെയാണ് മുസ്ലിം ലീഗിന്റെ മതേതര നിറം അല്പം മാറുന്നു. അല്ലെങ്കിൽ മുന്നിലും പിന്നിലും ഉണ്ടായിരുന്നു. പാലക്കാട് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടനെ അവിടെ പ്രകടനം നടത്തിയത് ആരാ? നമ്മളെല്ലാം കണ്ടതല്ലേ. SDPI-കാരനാണ് അവിടെ പ്രകടനം നടത്തിയത്. SDPI ആണെങ്കിലും നിരോധിക്കപ്പെട്ട ഡോക്ടർ ജയരാജ്, വൈകി വന്ന വിവേകാണോ ഇത്? ഡോക്ടർ ജയരാജ്, വൈകി വന്ന വിവേകാണോ ഡോക്ടർ ജയരാജ്? സംഘപരിവാറും ഈ ആപത്തിലേക്കല്ല വിരൽ ചൂണ്ടിയത്. വൈകി വന്ന വിവേകമൊന്നുമല്ല, വളരെ കൃത്യമായിട്ട് തന്നെ സംഘപരിവാർ അതിനേക്കാൾ വലിയ ആപത്ത്. സംഘപരിവാർ ഈ ആപത്തിലേക്കല്ല വിരൽ ചൂണ്ടിയത്. മതതീവ്രവാദം, മതരാഷ്ട്രവാദികൾ, ഒന്ന് ന്യൂനപക്ഷ വർഗീയതയും ഭൂരിപക്ഷ വർഗീയതയും പരസ്പരം ശക്തിപ്പെടുത്തുന്നതാണ്. അത് കേരള ചരിത്രമെന്നല്ല, ലോക ചരിത്രം. അങ്ങനെ ഷാക്കിറിന് എന്തോ ചോദിക്കാനുണ്ട്. വിത്ത് യുവർ പെർമിഷൻ ഷാക്കിർ പ്ലീസ്. ഒറ്റ കാര്യം ചോദിച്ചോളൂ. അതെ, ഓക്കെ. ഡോക്ടർ ജയരാജനോടാണ്. ഇപ്പം 2 ദിവസം മുമ്പ് കേരളത്തിൽ നമ്മുടെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് ശേഷം ത്രിതല പഞ്ചായത്തുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പ് നടന്നു. കുറച്ച് ദിവസങ്ങൾ മാത്രം. ഈ ഈരാറ്റുപേട്ടയിൽ CPM-ന്റെ വോട്ട് മുഴുവനായി SDPI-ക്ക് കൊടുത്തു. CPM രണ്ടാം സ്ഥാനത്തുണ്ടായിരുന്ന വാർഡിൽ വെറും 69 വോട്ടോടെ 3-ാം സ്ഥാനത്തേക്ക് CPM പോകുന്നു. SDPI 169 വോട്ടോടെ 223 വോട്ടോടെ 2-ാം സ്ഥാനത്തേക്ക് വരുന്നു. ഏറ്റവും പുതിയതാണ് കേരളത്തിലെ ഈരാറ്റുപേട്ട നഗരസഭയിൽ. നിങ്ങൾക്ക് എന്ത് പറയാനുണ്ട്? നിങ്ങൾ പറഞ്ഞല്ലോ അങ്ങനെ ഒരു തീവ്രവാദ പ്രസ്ഥാനത്തിന്റെ വോട്ടില്ല. അതേപോലെ 100 ഉദാഹരണം ഞാനിപ്പോ പറയാൻ കഴിയും. എനിക്ക് പറയാം ഏറ്റവും പുതിയത് ഞാൻ പറഞ്ഞുതരാം കൃത്യമായിട്ട് ഞാൻ പറഞ്ഞു. അതേ അവസ്ഥ പ്രാദേശിക തെരഞ്ഞെടുപ്പുകളിൽ ഏറ്റവും വലിയ ആരോപണമായിട്ട് പറഞ്ഞിരുന്നത് പത്തനംതിട്ടയിലെ വൈസ് ചെയർമാൻ, ഞാൻ പറഞ്ഞുതരാം, അങ്ങോട്ട് പറഞ്ഞുതരാം, ഞാൻ പറയുന്നത് ഇനി കേൾക്കൂ. പത്തനംതിട്ടയിലെ വൈസ് ചെയർമാൻ SDPI പിന്തുണയോടുകൂടിയാണ്, SDPI-യുടെ നേതാവാണെന്ന് പറഞ്ഞിട്ട് പ്രചരണം നടത്തിയിരുന്നു. അവർ ലീഗിൽ നിന്ന് വിട്ടുമാറി വന്നിട്ട് അവർ മത്സരിച്ചത് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടാണ് മത്സരിച്ചത്. അവർക്കാണ് CPM 7-7 എന്നുള്ള ഘട്ടത്തിൽ പിന്തുണ കൊടുത്തതെന്ന് അവിടെ തെളിഞ്ഞതാണ്. ഇപ്പൊ പുതിയ വാദവുമായിട്ട് ഈരാറ്റുപേട്ടയിൽ നടക്കുന്നത് PC ജോർജിന്റെ ചില കളികളും അവിടുത്തെ മലയാളികളെ ഇങ്ങനെ ഇടതുപക്ഷം ഒരു പിന്തുണയും കൊടുത്തിട്ടില്ല. അങ്ങനെ ഒരു വാർത്ത പുതിയതായിട്ടാണ് ഞാൻ കേൾക്കുന്നത്. ഏതാണ്? പാവപ്പെട്ട PC ജോർജിന്റെ നെഞ്ചത്തോട്ട് കയറണോന്ന്. ഈരാറ്റുപേട്ടയിൽ എന്ത് സംഭവിച്ചു പറഞ്ഞാണ് ആദ്യമായിട്ട് കേൾക്കുകയാണെന്ന് PC ജോർജിന്റെ ഡോക്ടർ ജയരാജ് ആദ്യമായിട്ട് കേൾക്കാതെ. ഷാക്കിർ, ഈരാറ്റുപേട്ടയിലല്ലേ PC ജോർജ് അല്ലേ ഇവരെ ഇത്ര ഉയർത്തിക്കൊണ്ട് നടന്നത്? അത് ഏറ്റവും പുതിയതാണ്. ഞാൻ പറഞ്ഞുതരാം. ഇതിനു മുമ്പ് ഇവരുടെ എല്ലാ വേദികളിലും പ്രാസംഗികനായിരുന്നല്ലോ PC ജോർജ്. ഷാക്കിർ, ഞാൻ താങ്കൾ സംസാരിക്കുന്ന സമയത്ത് ഞാൻ ഇടപെട്ടില്ല. സംസാരിക്കാൻ അവസരം തന്നു. മറുപടി പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരു ജനാധിപത്യ മര്യാദ കാണിക്കണം. താങ്കൾ ചോദിച്ചപ്പോൾ ഒരു അവസരം ഞാൻ തന്നു. താങ്കൾ ചോദിച്ച ഓരോ തൊഴിൽന്യായങ്ങൾക്ക് ഉത്തരം പറഞ്ഞുകൊണ്ടിരിക്കാനല്ല ഞാൻ പറയട്ടെ. ഡോക്ടർ ജയരാജ് കംപ്ലീറ്റ് ചെയ്യാം.
ഓക്കെ, ഞാൻ പറഞ്ഞു വന്നത് പാർട്ടി പരിപാടിയിൽ വളരെ വ്യക്തമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. അത് ഇപ്പോൾ പോളിറ്റ് ബ്യൂറോ മാറിയതുകൊണ്ടോ പോളിറ്റ് ബ്യൂറോയിൽ ആക്ടിംഗ് സെക്രട്ടറി ആയതുകൊണ്ടോ ഒന്നുമല്ല. പാർട്ടി പരിപാടിയിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ള കാര്യത്തിന് അണുവിടെ വ്യത്യാസമില്ലാതെയാണ് വിജയരാഘവൻ സംസാരിച്ചത്. അതുകൊണ്ടാണ് പാർട്ടി നേതാക്കളെല്ലാം പിന്തുണ കൊടുത്തതും. അല്ലെങ്കിൽ അവർ തള്ളിപ്പറഞ്ഞേനെ ഇത് വിജയരാഘവന്റെ വ്യക്തിപരമായ അഭിപ്രായമാണെന്ന് പറഞ്ഞേനല്ലോ. അവരത് പറഞ്ഞില്ലല്ലോ. എന്തുകൊണ്ടാണ് പറയാറുന്നത്? പി.കെ. ശ്രീമതി പറഞ്ഞോ? ഗോവിന്ദ മാഷ് പറഞ്ഞോ? വേറെ ആരെങ്കിലും അതിനെക്കുറിച്ച് അഭിപ്രായം പറഞ്ഞോ? എല്ലാവർക്കും ഒരേ ഒരു തീരുമാനമേ ഉള്ളൂ. ഇത് പാർട്ടി പരിപാടിയിൽ കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുള്ളത് കൊണ്ടാണ്. സംശയം ഉണ്ടെങ്കിൽ ശ്രീമത് സാറിന്റെ പാർട്ടി പരിപാടി എടുത്ത് വായിച്ചു നോക്കാം. വളരെ കൃത്യമായിട്ട് ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരു പാർട്ടി പരിപാടി അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു പാർട്ടി ആയതുകൊണ്ട്, കൃത്യമായ സമ്മേളനങ്ങൾ നടത്തുന്ന ഒരു പാർട്ടി ആയതുകൊണ്ടും, കൃത്യമായ നയവ്യത്യാസങ്ങൾ വരുന്നത് ഏതൊക്കെ ഘട്ടങ്ങളിലാണെന്ന് തിരിച്ചറിയുന്ന ഒരു പാർട്ടി ആയതുകൊണ്ടും വിമർശനത്തിന് അതീതരല്ല എന്നൊന്നും ഞാൻ അവകാശപ്പെടുന്നില്ല. വിമർശനത്തിന് അതീതരാണ്. വിമർശനം നടത്താറുണ്ട്, സ്വയം വിമർശനം നടത്താറുണ്ട്, തുരുമ്പുകളുണ്ടെങ്കിൽ അതിനെ ഒഴിവാക്കാറുണ്ട്. അങ്ങനെയാണ് ഒരു പാർട്ടി, ഒരു കേഡർ പാർട്ടി എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കുന്നത്. ആ രീതിയിലുള്ള ഏത് വലിയ നേതാവാണെങ്കിലും വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യവും ജനാധിപത്യ രീതിയിലുള്ള തെരഞ്ഞെടുപ്പുകളും CPM-ൽ ഇപ്പൊ നടക്കുന്ന ഡോക്ടർ ജയരാജ് ഒറ്റ കാര്യം കൂടി, പാർട്ടി പ്ലീനത്തിലും പാർട്ടി കോൺഗ്രസിലും പോളിറ്റ് ബ്യൂറോയിലും കേന്ദ്ര കമ്മിറ്റിയിലും ഒക്കെ എടുക്കുന്ന തീരുമാനങ്ങൾ തന്നെയാണോ നിങ്ങൾ പ്രാവർത്തികമാക്കുന്നത്? ആണോ ഈ പാർട്ടി പരിപാടികളിൽ എടുക്കുന്ന തീരുമാനങ്ങൾ തന്നെയാണോ നിങ്ങൾ പ്രാവർത്തികമാക്കുന്നത്? ഞാൻ പറയട്ടെ, ഇല്ല, ഞാൻ പൂർണ്ണമായിട്ടും ഞാൻ അങ്ങനെ ശരിയാണെന്ന് പറയുന്നില്ല. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ചില അടവുകളുടെ തന്ത്രങ്ങളുടെ ഭാഗമായിട്ട് ചില വ്യതിചലനങ്ങൾ, ചില പ്രത്യേക സാഹചര്യങ്ങളിൽ അടവ് നയങ്ങളുടെ പിറകെ പോകും. അങ്ങനെ അടവ് നയങ്ങളുടെ ഭാഗമായിട്ടാണ് ഇപ്പൊ നേരത്തെ ഷാക്കിർ ചൂണ്ടിക്കാണിച്ചതുപോലെ ഈരാറ്റുപേട്ടയിൽ SDPI ആയിട്ട് സഹകരിക്കുന്നതും, അതുമാത്രമല്ല തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ പലയിടങ്ങളിലും SDPIയുടെ പിന്തുണ നേടി അധികാരത്തിൽ എത്തിയിട്ടുണ്ട്. അതൊക്കെ ഒരു യാഥാർത്ഥ്യമാണ് ഡോക്ടർ ജയരാജ്, അത് മറച്ചു വെക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ സതുദ്ദേശപരമായിട്ടുള്ള ഒരു പ്രസ്താവനയായി പരാമർശമായിട്ട് കാണാനാവില്ല എന്നുള്ളതാണ് എന്റെ ടേക്ക്. അനിൽ സാറേ, ഒരു പ്രാദേശിക തെരഞ്ഞെടുപ്പിലെ ഒരു പ്രാദേശിക തെരഞ്ഞെടുപ്പിലെ നമ്പേഴ്സ് വെച്ചിട്ടാണോ ഇതൊക്കെ ഇതാക്കുന്നത്? പിന്നെ ഒരു വാർഡ് തെരഞ്ഞെടുപ്പിൽ അതല്ല ഈ മതതീവ്രവാദത്തിനെതിരെ മതരാഷ്ട്രവാദത്തിനെതിരെ ഉറച്ച നിലപാടെടുക്കുന്ന ഒരു പ്രസ്ഥാനമാണെങ്കിൽ അത് മേൽത്തട്ട് തൊട്ട് താഴെ തട്ട് വരെ നടപ്പിലാക്കണം. അതാണ് അന്തസ് അതാണ്. അല്ലാതെ ഞങ്ങൾ ഈ അധികാരം കിട്ടാൻ വേണ്ടി പ്രാദേശിക തലത്തിൽ ഇങ്ങനെ നീക്കുപോക്കുകളാകാം, അല്ലെങ്കിൽ അടവ് നയമാകാം. പിന്നെ വളരെ കൃത്യമായിട്ട് പറഞ്ഞു, ഞങ്ങൾക്ക് RSSന്റെ വോട്ട് വേണ്ട, ഞങ്ങൾക്ക് SDPIയുടെ വോട്ട് വേണ്ട, ഞങ്ങൾക്ക് ജമാഅത്ത് ഇസ്ലാമിയുടെ വോട്ട് വേണ്ട എന്ന് പറയാൻ കോൺഗ്രസ്സുകാർ തയ്യാറായില്ല എന്നുള്ളതാണ് ഇവിടെ വിഷയം. കോൺഗ്രസ്സുകാർക്ക് ബൈ ഹുക്ക് ഓർ ക്രൂക്ക് 8 വർഷം PDPയുടെ വോട്ട് കിട്ടിയിട്ടുണ്ട് നിങ്ങൾക്ക്. അവർ ഏത് മാർഗം അവലംബിച്ചും, ഏത് വൃത്തികെട്ട മാർഗം അവലംബിച്ചും PDPയുടെ വോട്ട് കിട്ടിയിട്ടില്ല, PDP പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ടോ എന്നൊന്നുമല്ലല്ലോ വിഷയം. ഞാൻ പറഞ്ഞു വന്നത് ഇതാണല്ലോ. ഈ പറഞ്ഞ വിഷയത്തിൽ അബ്ദുൽ നാസർ മദനിക്ക് ചുവപ്പ് പരവതാനി വിരിച്ചത് ആരാണ്? ഡോക്ടർ ജയരാജ്. പ്രേക്ഷകർക്ക് ഇക്കാര്യങ്ങളൊക്കെ അറിയാം. അതുകൊണ്ട് നിങ്ങൾ ഈ മത തീവ്രവാദത്തിനെതിരെ വിരൽ ചൂണ്ടുമ്പോൾ മറ്റേ വിരൽ നേരെ നിങ്ങൾക്കെതിരെയാണ് ചൂണ്ടപ്പെടുന്നത് എന്നുകൂടി മനസ്സിലാക്കുക ജയരാജ്. ഷാക്കിർ, എന്തായാലും മുസ്ലിം ലീഗിനെ മതതീവ്രവാദ ശക്തികൾ ഹൈജാക്ക് ചെയ്തിരിക്കുന്നു. അത് ഗുരുതരമായിട്ടുള്ളൊരു ആരോപണമല്ലേ? അത് അതിശയോക്തപരമായിട്ട് ഞാൻ കാണുന്നും ഇല്ല. ഒരുപക്ഷേ CPM പോളിറ്റ് ബ്യൂറോ അംഗം വിജയരാഘവൻ അങ്ങനെയൊരു ഓർമ്മപ്പെടുത്തൽ അത് മുന്നോട്ട് വെച്ചതായിരിക്കില്ലേ? ഷാക്കിർ എന്നോടാണോ? ഷാക്കിർ യെസ്. നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്ക്. മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തനം വളരെ സുതാര്യമാണ്. മുസ്ലിം ലീഗ് ഇപ്പം നേരത്തെ അദ്ദേഹം പറഞ്ഞു 1991 ISS എന്ന് പറയുന്ന ഒരു സംഘടന അബ്ദുൽ നാസർ മദനി ഉണ്ടാക്കി, RSSന് ബദലായി. ബാബരി മസ്ജിദിന്റെ പതനത്തോടു കൂടി അദ്ദേഹം പിരിച്ചുവിട്ടു. എന്നിട്ട് അദ്ദേഹം PDP എന്ന സംഘടന ഉണ്ടാക്കി. ആ PDP എന്ന സംഘടന ആദ്യം പിന്തുണ കൊടുത്തത് ഒറ്റപ്പാലം ഉപതെരഞ്ഞെടുപ്പിലാണ്. രണ്ടാമത് ഗുരുവായൂർ ഉപതെരഞ്ഞെടുപ്പിൽ അബ്ദുൾ സമദ് സമദാനി മത്സരിച്ചപ്പോൾ അദ്ദേഹം നേരത്തെ ശ്രീ രാംകുമാർ പറഞ്ഞല്ലോ, അദ്ദേഹം PT കുഞ്ഞു മുഹമ്മദിന് പിന്തുണ പ്രഖ്യാപിച്ചു. 96 EK നായനാർ, KR ഗൗരി അമ്മ മുഖ്യമന്ത്രിയാകുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ച 1996 MLA ആവാതെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാത്ത EK നായനാർ മുഖ്യമന്ത്രിയായി. അദ്ദേഹം തലശ്ശേരിയിലെ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു. ആ തലശ്ശേരി ഉപതെരഞ്ഞെടുപ്പിലും അബ്ദുൽ നാസർ മദനി തലശ്ശേരിയിലെ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ പോയി നായനാർക്ക് വേണ്ടി വോട്ട് പിടിച്ചു. പിന്നീട് അദ്ദേഹം 98 ജയിലിൽ പോയി. ജയിലിൽ നിന്ന് പുറത്തു വന്ന് അദ്ദേഹം ശംഖുമുഖത്ത് സ്വീകരണം കൊടുത്തത് MA ബേബിയുടെ നേതൃത്വത്തിൽ CPM ആണ്.
അത് കഴിഞ്ഞ് അദ്ദേഹം പിന്നീട് പിന്നെ പൊന്നാനിയിൽ നേരത്തെ ഡോക്ടർ ജയരാജ് പറഞ്ഞത് നമുക്ക് കൗതുകവും അത്ഭുതവും തോന്നുകയാണ്. ഈ പിണറായി വിജയനും അബ്ദുൽ നാസർ മദനിയും ഒരേ വേദിയിൽ മുസ്ലിം ലീഗ് നേതാവ് ഇ ടി മുഹമ്മദ് ബഷീർ സാഹിബിനെ തോൽപ്പിക്കാൻ വേണ്ടി വന്ന് നമ്മൾ കണ്ടതല്ലേ? ആണല്ലോ. ഇപ്പൊ ജയരാജൻ ഒടുവിൽ ഇപ്പൊ മാസങ്ങൾക്ക് മുമ്പ് 3 മാസം മുമ്പ് ജയരാജന്റെ പുസ്തകത്തിൽ കൃത്യമായി പറഞ്ഞു, ഇവിടെ കേരളത്തിൽ മുസ്ലിം വർഗീയവാദ തുടക്കമിട്ടത് പിന്നെ അബ്ദുൽ നാസർ മദനിയാണ്. എന്നാൽ വൈകുന്നേരം PDP ഇവരുടെ പുസ്തകം കത്തിച്ച് നേരെ കോഴിക്കോട് പ്രസ് ക്ലബിലേക്ക് പോയി CPM-ന് പിന്തുണ പ്രഖ്യാപിക്കുന്നു. ഏതെങ്കിലും ഒരു CPM-ന്റെ നേതാവ് ആ പിന്തുണ വേണ്ടെന്ന് പറഞ്ഞു? മാത്രവുമല്ല, എന്റെ വാദം അതല്ല, ആ ISS-നെതിരെ PDP-ക്കെതിരെ SDPI-ക്കെതിരെ അതിശക്തമായി പോരാടുന്ന പാർട്ടിയുടെ പേരാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്. മുസ്ലിം ലീഗും ഇസ്ലാം മത വിശ്വാസവും തീവ്രവാദത്തിനെതിരാണ്. ഒരിക്കലും അത് ചേർന്ന് പോകില്ല. നമ്മൾ സഹോദര സമുദായത്തിലെയോ ഏതെങ്കിലും ജീവിയെയോ ഉപദ്രവിക്കാൻ ശ്രമിച്ചാൽ അത് വിശ്വാസത്തിന് പുറത്താണ്, പാടില്ല എന്നുള്ളതാണ്. നിങ്ങൾക്ക് അറിയാനോ, ഞാൻ നേരത്തെ പറഞ്ഞു, വെറുതെ പറഞ്ഞതല്ല. ലീഗ് അല്ലെങ്കിൽ ഇ ടി മുഹമ്മദ് ബഷീറോ അങ്ങനെ ഒരു പരാമർശം നടത്തിയിട്ടില്ല. അല്ലെങ്കിൽ തങ്ങളുടെ ഭാഗത്തു നിന്ന് പോലും ഞങ്ങൾക്ക് വേണ്ട SDPI-യുടെ വോട്ടുകൾ വേണ്ട എന്ന് പറയാനുള്ള നിങ്ങളോട് തുടക്കത്തിൽ പറഞ്ഞ അതേ സംഗതി തന്നെ പറയാനുണ്ട്. ഞാൻ ആവർത്തിച്ച് പറയുന്നു, തുടക്കത്തിൽ പറഞ്ഞ അതേ സംഗതി. മുസ്ലിം ലീഗിന്റെ അല്ലെങ്കിൽ ഐക്യജനാധിപത്യ മുന്നണിയുടെ ഏതെങ്കിലും ഒരു വേദിയിൽ ഈ പറയപ്പെട്ട സംഘടന നേതാവോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകളോ നിങ്ങൾക്ക് എവിടെയെങ്കിലും ഏതെങ്കിലും തെരഞ്ഞെടുപ്പിൽ കാണിച്ചു തരാൻ കഴിയുമോ? എന്നാൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വേദിയിൽ, സ്റ്റേജിൽ, നോട്ടീസിൽ ഈ വിഭാഗം പലപ്പോഴും ഉണ്ടായിട്ടുണ്ടല്ലോ. അദ്ദേഹം പറഞ്ഞു പ്രാദേശിക തെരഞ്ഞെടുപ്പാണ്. പ്രാദേശിക തെരഞ്ഞെടുപ്പ് ഒന്നല്ല. ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ RSS-ലെ ഒരു വിഭാഗത്തിന് പിന്തുണ ഇല്ലായിരുന്നുവെങ്കിൽ പിണറായി വിജയൻ ഇന്ന് കേരളത്തിലെ മുഖ്യമന്ത്രിയാവില്ല. നമുക്കറിയാലോ. ഇപ്പൊ MR അജിത് കുമാർ ഇന്നലെ DGPI സ്ഥാനക്കയറ്റം നേടി. ക്രിമിനൽ പശ്ചാത്തലമുള്ള നിരവധി അന്വേഷണം നേരിടുന്ന, ആരോപണങ്ങൾ നേരിടുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ ഉന്നതമായ തസ്തികയിലേക്ക് അന്വേഷണം കഴിയുന്നവരൊന്ന് മാറ്റി നിർത്തിക്കൂടായിരുന്നോ? നോക്കൂ നിങ്ങൾ, അദ്ദേഹത്തിനെതിരെ ഇന്ന് മറ്റൊരു DGP മനോജ് ബെഹ്റാം എന്ന് പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ ഇന്ന് DGP-ക്ക് പരാതി കൊടുക്കുന്നു. ആ DGP ആ പരാതി എടുത്തിട്ട് മുഖ്യമന്ത്രി പിണറായി കൊടുക്കുന്നു. നോക്കൂ നിങ്ങൾ, ഇതൊക്കെ മറച്ചു വെക്കാൻ ഇത്തരം വിലക്കയറ്റം, അഴിമതി, സ്വജനപക്ഷപാതം, ക്ഷേമ പെൻഷൻ മുടങ്ങിയത്, ഈ ജനങ്ങളെ ഉപദ്രവിക്കുന്ന സംഗതികൾ മറച്ചു വെക്കാൻ വേണ്ടി നടത്തുന്ന, നമുക്കറിയാം, സർക്കസുകാരുടെ അല്ലെങ്കിൽ കൊള്ളക്കാരുടെ കൂട്ടത്തിൽ കുരക്കുന്ന പട്ടി ഉണ്ടാകും. ആ കുരക്കുന്ന പട്ടിയുടെ റോളാണ് വിജയരാഘവൻ ഇന്ന് പിണറായി വിജയനോട് എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെയാണ് മറ്റ് CPM നേതാവ് P. മോഹൻ കഴിഞ്ഞ ദിവസം മെച്ചവനെതിരെ പറഞ്ഞത് നിങ്ങൾക്കറിയാലോ. മെച്ചവൻ എന്ന് പറയുന്ന മനുഷ്യരുടെ ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടി ആളുകൾ കൂട്ടം കൂടി വ്യായാമം നടത്തുന്നതിനെ വളരെ മോശമായി പറഞ്ഞില്ലേ ഇവര്? പിന്നീട് തിരുത്തി പറഞ്ഞില്ലേ? ഇന്ന് ദേശീയ മാധ്യമങ്ങളിൽ പലതും ഇംഗ്ലീഷ്, ഹിന്ദി പത്രങ്ങളിൽ ഈ വിജയരാഘവന്റെ പ്രസ്താവന ആഘോഷിക്കുകയാണ്. എന്താ പറയുന്നത്? നിങ്ങൾക്കറിയില്ല, രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും എതിരെയാണ്. ഐക്യജനാധിപത്യ മുന്നണിക്കോ UDF-നോ ഇന്ത്യ മുന്നണിക്കോ അല്ല പറഞ്ഞത്. രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്ക ഗാന്ധിയുടെ പേരെടുത്ത് പരാമർശിച്ചുകൊണ്ടാണ് വിജയരാഘവൻ പ്രസ്താവന നടത്തിയിട്ടുള്ളത്. നമുക്കറിയാം, ഞാൻ തുടക്കത്തിൽ പറഞ്ഞു, 2 ഉദ്ദേശമാണ്. ഒന്ന്, RSS-ന് വഴിമരുന്നിട്ട് കൊടുത്ത് പിണറായി വിജയന്റെ അവരോടുള്ള പ്രതിബദ്ധത ഇവർ കൂടി കാണിക്കുന്നു. അതോടൊപ്പം തന്നെ കേരളത്തിലെ ദുർഭരണം മറച്ചു വെക്കാൻ വിവാദങ്ങൾ ഉണ്ടാക്കുന്നു. ഈ 2 ലക്ഷ്യമാണ് വിജയരാഘവന് ഈ അപവാദ പ്രചരണത്തിലൂടെ അല്ലെങ്കിൽ അനാവശ്യ വിവാദത്തിലൂടെ അദ്ദേഹം ആഗ്രഹിക്കുന്നത്. അത് നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് വസ്തുതയാണ്. അതിന്റെ തുടർച്ചയാണ് ഇന്ന് ദേശീയ മാധ്യമങ്ങൾ ഈ വാർത്തകളൊക്കെ വളരെ പ്രാധാന്യത്തോടെ പ്രസിദ്ധീകരിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കറിയാലോ, ഹിന്ദു പത്രത്തിൽ പിണറായി വിജയൻ ഇന്റർവ്യൂ കൊടുത്തു, അറിയാലോ. പത്രത്തിൽ വന്നു. കേരളത്തിൽ മാത്രമേ ഈ അഭ്യാസമുള്ളൂ. അതെ, ദേശീയ തലത്തിലും ദേശീയ തലത്തിലും കേരളത്തിലും RSS CPM ഒന്നാണ്. അത് വളരെ വിചിത്രമായിട്ടുള്ള ഒരു പ്രസ്താവനയാണ് കേട്ടോ. അത് കേട്ടില്ല. അല്ല, അത് വിചിത്രമായിട്ടുള്ള ഒരു പ്രസ്താവനയാണ്. കേരളത്തിലും ദേശീയ തലത്തിലും RSS CPM ഒന്നാണെന്ന് പറഞ്ഞ ആ പ്രസ്താവന അത് വിചിത്രമാണ്. അതായത് നിങ്ങൾ നോക്കിക്കോ, ഞാൻ ചോദിക്കട്ടെ, ലാവ്ലിൻ കേസിൽ പിണറായി വിജയനെതിരെ 36 തവണ സുപ്രീം കോടതി കേസ് മാറ്റിവെക്കുന്നു. ഇന്ത്യയിൽ അറ്റോർണി ജനറൽ നിയമിക്കുന്നത് കേന്ദ്ര ഗവൺമെന്റ് അല്ലേ? കേന്ദ്ര ഗവൺമെന്റ് BJP അല്ലേ? ഈ പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രി ഒഴികെയുള്ള ഇന്ത്യയിലെ മുഴുവൻ ഇന്ത്യ മുന്നണി നേതാക്കന്മാർക്കുമെതിരെ ഇഷ്ടം പോലെ കേസെടുത്തു. പിണറായി വിജയനെതിരെ സ്വർണ്ണക്കടത്ത് കേസ് ഉണ്ടായാലോ, പിടിച്ചിട്ടില്ല. ലാവ്ലിൻ കേസ് എത്ര തവണയാണ് മാറ്റി? അപ്പൊ എന്തുകൊണ്ടാണ് സുപ്രീം കോടതിയിലെ അറ്റോർണി ജനറലാണ് കേസ് മാറ്റി വെക്കാൻ വേണ്ടി എഴുതി കൊടുക്കുന്നത്? അത് കേന്ദ്ര സർക്കാർ BJP ഗവൺമെന്റ് നിയോഗിക്കുന്ന വക്കീലല്ലേ?
സ്വർണ്ണക്കടത്ത് കേസിൽ എന്തുകൊണ്ട് കേന്ദ്ര ഏതെങ്കിലും ഒരു അന്വേഷണ ഏജൻസി പിണറായി വിജയനെ പിടിക്കാൻ വന്നിട്ടില്ലല്ലോ? എന്നാൽ നിങ്ങൾ നോക്ക്, DK ശിവകുമാർ, അതുപോലെ തന്നെ സ്റ്റാലിന്, ഈ BJPക്ക് എതിരെയുള്ള ഇന്ത്യയിലെ മറ്റു മുഴുവൻ നേതാക്കന്മാരെയും BJP പലതരത്തിൽ അന്വേഷണ ഏജൻസിയെ കൊണ്ട് പേടിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പിണറായി വിജയനെതിരെ ഏതെങ്കിലും ഒരു ചെറിയ നീക്കം BJPയുടെ ഭാഗത്തുനിന്ന് അന്വേഷിക്കുന്നു. അവർ സ്വതന്ത്രമായി അന്വേഷിക്കട്ടെ എന്ന നിലപാടല്ലേ കേന്ദ്ര സർക്കാരിൻ്റെത്? അങ്ങനെയും കാണാമല്ലോ അതിനെ. അങ്ങനെയാണെങ്കിൽ പിണറായി വിജയന് മാത്രം ഈ ആനുകൂല്യം എങ്ങനെ ലഭിക്കുന്നു? അല്ല, പിണറായി വിജയൻ എന്ന് പറയുന്ന CPM മുഖ്യമന്ത്രി മാത്രം അല്ല ഒരു മിനിറ്റ്, പിണറായി വിജയൻ എന്ന് പറയുന്ന CPM മുഖ്യമന്ത്രിക്ക് മാത്രം BJPയുടെ കേന്ദ്ര ഗവൺമെന്റ് എന്തുകൊണ്ട് ഈ ആനുകൂല്യം കൊടുക്കണേ? മറ്റു ഒരു കക്ഷിക്കും കൊടുക്കണില്ലല്ലോ. അപ്പൊ ഇവർ തമ്മിൽ ഡീൽ ഉറപ്പല്ലേ? ആണല്ലോ. അല്ലെങ്കിൽ എന്തുകൊണ്ട് സ്വർണ്ണക്കടത്ത് എന്ന് പറഞ്ഞാൽ കിലോ കണക്കിന് സ്വർണ്ണമാണ് നയതന്ത്ര കാര്യാലയം ഇവർ കടത്തിയിട്ടുള്ളത്? ഓക്കെ, എന്നാലും വിഷയത്തിൽ നിന്ന് വ്യതിചലിച്ചു പോവുകയാണ് ഷാക്കിർ. ഞാൻ ഇഷ്ടം പോലെ തെളിവുകളുണ്ട്. ആരോപണങ്ങൾ ആർക്കും ഉന്നയിക്കാലോ ഷാക്കിർ. അഡ്വക്കേറ്റ് രാംകുമാർ, എന്തായാലും ചരിത്രത്തിലേക്ക് സാറ് ചരിത്രത്തിലേക്ക് സാർ ഇറങ്ങിയത് ഇവർക്ക് ഇഷ്ടപ്പെട്ടില്ല. പാനലിസ്റ്റുകൾ രണ്ടുപേർക്കും ഇഷ്ടപ്പെട്ടിട്ടില്ല ചരിത്രത്തിലേക്ക്. ഞാൻ വളരെ വിനയപൂർവ്വം സാക്ഷാൽ മുഖ്യമന്ത്രിയുടെ ഇന്നത്തെ പ്രസ്താവന ഈ രാഷ്ട്രീയ പ്രവർത്തകരുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞത് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കാത്ത ആളുകൾ ആണ്. അദ്ദേഹം പറഞ്ഞത് ശരിയല്ല, പക്ഷേ ചരിത്രമല്ലേ അദ്ദേഹം പറഞ്ഞത്. ചരിത്രം പറയേണ്ടത് ഇന്നത്തെ ആനുകാലിക കാര്യങ്ങൾ അപഗ്രഥിച്ചെടുക്കാൻ അനിവാര്യമാണെന്ന് എൻ്റെ രാഷ്ട്രീയ പ്രവർത്തകരായ സുഹൃത്തുക്കൾ ഒന്ന് ഓർമ്മിക്കുന്നത് നന്നായിരിക്കും. ഇപ്പോഴും ഗാന്ധിവധത്തെക്കുറിച്ച് എന്താ പറയണത്? ചരിത്രത്തിൻ്റെ ഭാഗമല്ലേ. ഒരു നുണപ്രചരണം കഴിഞ്ഞ 50 കൊല്ലമായിട്ട് നടത്തിയിട്ട് അത് ഏശാത്തത് കൊണ്ട് ഇപ്പോഴും അതല്ലേ പറയണത്. പിന്നെ സംഘപരിവാർ എന്ന് ആവർത്തനം ഇല്ലെങ്കിൽ മുസ്ലിം ജനസാമാന്യത്തെ ഒരുമിച്ച് നിർത്താൻ കഴിയില്ല എന്നുള്ളത് ശക്തിയാണോ ബലഹീനതയാണോ? എൻ്റെ വിനീത അഭിപ്രായത്തിൽ നഗ്നമായ ബലഹീനതയാണ്. അത് പറഞ്ഞ് ആ ഇമ്പാച്ചി പറഞ്ഞ് പേടിപ്പിച്ച് പാവപ്പെട്ട മുസ്ലിം സഹോദരന്മാരെ തെറ്റിദ്ധരിപ്പിക്കുന്നതാണ് കപടമതേതരത്വം. ഇവിടെ പങ്കെടുത്ത 3 രാഷ്ട്രീയ പ്രവർത്തകരുടെ അഭിപ്രായം കേൾക്കുമ്പോൾ ഞാൻ ആദ്യം പറഞ്ഞത് ആവർത്തിച്ച് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ മതേതരത്വമല്ല രാഷ്ട്രീയ പാർട്ടികൾ, കപട മതേതരത്വമാണ്. കാരണം ഇവിടെ എൻ്റെ സുഹൃത്ത് ശ്രീകുമാർ പറഞ്ഞു, ഈ ശ്രീ വിജയരാഘവൻ പൊതുയോഗത്തിലാണ്. അല്ല, അദ്ദേഹം സംസാരിച്ചത് വയനാടിൻ്റെ CPM സമ്മേളനത്തിലാണ്. കോൺഗ്രസ്സിന് അങ്ങനത്തെ പരിപാടികളില്ലല്ലോ. ജനാധിപത്യമായ യോഗങ്ങളോ സ്വയം വിമർശനങ്ങളോ ഇല്ല. നിങ്ങൾ ഏറ്റവും അധികം വിമർശിക്കുന്ന CPM-ന് ജനാധിപത്യമായ പ്രവർത്തന ശൈലിയുണ്ട് എന്നുള്ളത് രാഷ്ട്രീയത്തിലെ സ്വാഗതാർഹമായ കാര്യമല്ലേ? പല യോഗങ്ങളിലും മുഖ്യമന്ത്രി അടക്കം വിമർശിക്കുന്നു. ഏതെങ്കിലും കോൺഗ്രസ് യോഗത്തിൽ ഒരു കോൺഗ്രസിനെ വേണ്ട, നിങ്ങളത് നയിക്കുന്ന കുടുംബത്തിൽ ഒരാളെ പറ്റി പറയാൻ ഒരു കോൺഗ്രസ് അംഗത്തിന് സ്വാതന്ത്ര്യമുണ്ടോ? എന്നിട്ട് മതേതരത്വം എന്നിപ്പോഴും വീമ്പളക്കുന്നു. എന്ത് മതേതരത്വമാണ് നിങ്ങൾ നടപ്പാക്കുന്നത്? ഞാൻ ചോദിച്ചോട്ടെ, ഇസ്രയേലിൽ ഒരു സംഗീത പരിപാടിക്ക് വന്ന നിരപരാധികളായ സ്ത്രീകളെയും കുട്ടികളെയും കൊന്നടക്കിയവരെ പിന്തുണച്ചവരല്ലേ കോൺഗ്രസും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം? അതാണ് നിങ്ങളുടെ മതേതരത്വം. അത് അവരെ കൊന്നടക്കിയ ഹമാസിന് വേണ്ടി സമ്മേളനങ്ങൾ നടക്കുന്നു കോഴിക്കോടും മലപ്പുറത്തും. അതിന് മുൻകൈ എടുക്കുന്നു ഖദർധാരികളായ കോൺഗ്രസ്സുകാർ. പാവം, സഹതാപം തോന്നുന്നു ആ പാർട്ടിയുടെ അധപ്പതനത്തിൻ്റെയും ദയനീയമായ നിലവാരത്തിൻ്റെയും. അപ്പോൾ ഇവരൊന്നും ഒരു മൂല്യങ്ങളുടെ രാഷ്ട്രീയ ചർച്ചയ്ക്ക് തയ്യാറല്ല. സങ്കുചിതമായ പ്രാദേശികമായ രാഷ്ട്രീയ. പിന്നെ ഇവിടെ കൊടിയെപ്പറ്റി പറഞ്ഞു. ശ്രീ രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുമ്പോൾ കോഴിക്കോട് എയർപോർട്ടിനടുത്ത് പച്ചക്കൊടി പറപ്പിച്ചപ്പോൾ നഴ്സറി കുട്ടികളുടെ ബസ്സുകൾ കാത്തിരിക്കുകയായിരുന്നു. അവർ ചോദിച്ചു, എന്താണ് പാകിസ്ഥാൻ കൊടി ഇവിടെ പറപ്പിക്കണമെന്ന്. ഇത് മാധ്യമങ്ങളിൽ വന്ന ശേഷമാണ് പച്ചക്കൊടി പിൻവലിച്ചത്. ഇപ്പം കഴിഞ്ഞ തവണ പച്ച ബലൂണാണ് ഉണ്ടായിരുന്നത്. ഇത് നിങ്ങൾ അഭിമാനത്തോടു കൂടി കൊണ്ടു നടക്കുന്ന ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ ചരിത്രമായ പാരമ്പര്യത്തെക്കുറിച്ചൊക്കെ വീമ്പടിക്കുന്ന ലത്തീഫിൻ്റെ ശ്രദ്ധയിൽ ഇത് പെട്ടില്ലല്ലോ.
എന്തിനാ നിങ്ങൾ കൊടി താഴെ വെച്ചത്? പണ്ട് സ്പീക്കറാവാൻ തൊപ്പി ഊരി വെച്ച പോലെ തന്നെ ആത്മാഭിമാനം നിങ്ങൾ വസ്തുതാപരമായ പണയം വെക്കുന്ന ഒരു കാര്യമാണ് പ്രവൃത്തിയല്ലേ? പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് പറയട്ടെ ഷാക്കീർ, പറയട്ടെ നിങ്ങൾ please. പ്രതിനിധീകരിക്കും അസഹിഷ്ണുത ചർച്ചയിൽ കാണിക്കാതിരിക്കുന്നതാണ് കൂടുതൽ മര്യാദ. പിന്നെ നിങ്ങൾ ഇത് വീമ്പടിക്കുന്ന അസഹിഷ്ണുതല്ല, നിങ്ങളുടെ നിങ്ങൾ വിവരക്കേട് നിങ്ങൾ ഇന്ത്യൻ തിരുത്തി യൂണിയൻ തരണ്ടേ? മുസ്ലിം ഷാക്കീർ പ്ലീസ്, അദ്ദേഹം പറയട്ടെ. യൂണിയൻ മുസ്ലിം ലീഗ് ഇന്ത്യൻ താങ്കൾക്ക് നമ്മുടെ ഒരു ജനാധിപത്യ രാജ്യത്താണ്. നമ്മൾ മുസ്ലിം ഏകാധിപത്യ രാജ്യത്തിലല്ല ജീവിക്കുന്നത്. അതുകൊണ്ട് സ്വതന്ത്രമായ ജനാധിപത്യപരമായ അഭിപ്രായം പറയാൻ ഭാഗ്യവശാൽ ഈ രാജ്യത്ത് സൗകര്യമുണ്ട്, താങ്കൾക്കും സൗകര്യമുണ്ട്. ഒന്ന് ക്ഷമിച്ചിരിക്കൂ. അസഹിഷ്ണുത തൽക്കാലം ഒന്ന് മാറ്റിവെക്കും. ഞാൻ പറഞ്ഞു വന്നത്, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് അഭിമാനത്തോട് പിടിച്ചിരുന്ന കൊടി പതാക ബലൂണാക്കി മാറ്റാൻ എന്തുകൊണ്ടാണ് അവർ സമ്മതിച്ചത്? മുസ്ലിം ലീഗിന് 2 മണ്ഡലങ്ങൾ ഒഴിച്ച് ബാക്കി എല്ലാ മണ്ഡലങ്ങളിലും മുസ്ലിം ലീഗിന് കാര്യമായ സ്വാധീനമുള്ളതാണ് വയനാട് എന്ന് എല്ലാവർക്കും അറിയാം. മാനന്തവാടിയും കൽപ്പറ്റയും ഒഴിച്ച് അവിടെയും മാനന്തവാടിയിലും കാര്യമായ സ്വാധീനമുണ്ട്. ബാക്കിയെല്ലാം മുസ്ലിം ലീഗിന് അഭൂതപൂർവമായ വിജയം സമ്മാനിച്ച മണ്ഡലങ്ങളാണ്. എന്നിട്ട് അത് മുസ്ലിമിൻ്റെ വിജയമല്ല എന്ന് പറയുന്നതാണ് കപടമതേതരത്വം. വാസ്തവത്തിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഞാൻ ആവർത്തിക്കുന്നത് ക്ഷമിക്കണം, പ്രിയങ്ക ഗാന്ധിക്ക് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയത് ഏറനാട് മണ്ഡലത്തിൽ നിന്നാണ്. ലീഗ് കോൺഗ്രസ് വോട്ടുകളാണെന്ന് ലത്തീഫിന് അഭിപ്രായമുണ്ടോ? ലീഗിൻ്റെ ശക്തി കൊണ്ട് മാത്രമാണ് പ്രിയങ്ക ഗാന്ധി ഇന്ന് പാർലമെൻറ്റിൽ എത്തുന്നത്. അതുകൊണ്ട് നന്ദിപൂർവമായിട്ടാണ് ഹമാസിന് വേണ്ടി സ്വീകരണമൊരുക്കാൻ അവർ മുൻകൈ എടുക്കുന്നത്. ബംഗ്ലാദേശിലെ പീഡിപ്പിക്കപ്പെടുന്ന ഹിന്ദുക്കൾക്ക് വേണ്ടി ഒരു ശബ്ദമുയർത്താൻ അവർക്ക് ധൈര്യമില്ല. കാരണം വോട്ട് ചെയ്ത ലീഗുകാരെ മുഷിപ്പിക്കാൻ അവർക്ക് മടിയാണ്. ഇതാണ് നിങ്ങൾ കാണിക്കുന്ന കപടമതേതരത്വം എന്ന് ഞാൻ ആവർത്തിക്കുന്നു. എൻ്റെ സുഹൃത്ത് ശ്രീകുമാർ പറഞ്ഞു, ശ്രീ വിജയരാഘവൻ വയനാട്ടിലെ പാർട്ടി സമ്മേളനത്തിലല്ലാതെ വയനാടിനെ കുറിച്ച് വേറെ എവിടെ സംസാരിക്കുക? തിരുവനന്തപുരത്ത് നെടുമങ്ങാട്ട് പോയിട്ടാണോ സംസാരിക്കേണ്ടത്? അദ്ദേഹം സംസാരിച്ചത് വളരെ പ്രസക്തമാണ്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തോട് വിയോജിപ്പുണ്ടാകാം, അതിനെ എതിർക്കാം, അത് ശരിയല്ല എന്ന് പറയാം. പക്ഷേ അത് പാർട്ടിയുടെ നിലപാടല്ല എന്ന് കോൺഗ്രസിൻ്റെ സംഘടനാ ശൈലിയുടെ നിലവാരം വെച്ച് അവരെ അളക്കരുത്. അവർ ജനാധിപത്യ വിരുദ്ധരാണെന്നൊക്കെ പറഞ്ഞാലും വളരെ ജനാധിപത്യ പ്രക്രിയയിൽ എല്ലാ ഏരിയ സമ്മേളനങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ പ്രമുഖരെ വിമർശിക്കുന്നുണ്ട്, പാർട്ടി സെക്രട്ടറിമാരെ വിമർശിക്കുന്നുണ്ട്. നിങ്ങളുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇന്ന് വരെ ജനാധിപത്യമാരെ തിരഞ്ഞെടുപ്പ് നടന്നു. ആദ്യം നടന്നത് സുഭാഷ് ചന്ദ്രനെ ചവിട്ടിപ്പുറത്താക്കിയ തിരഞ്ഞെടുപ്പല്ലേ? എന്നിട്ട് ഇപ്പം വീമ്പടിക്കുകയാണ്. പാരമ്പര്യവും ചരിത്രവും പറയാൻ പാടില്ല എന്ന് എനിക്ക് മുന്നറിയിപ്പ്. പക്ഷേ മറക്കാൻ വിഷമമുണ്ട് സുഹൃത്തുക്കളെ. നിങ്ങളുടെ ഇതപര്യന്തമുള്ള പ്രവൃത്തികൾ നമ്മുടെ രാജ്യത്തെ ജനങ്ങൾക്ക് മറക്കാൻ വിഷമമുണ്ട് സുഹൃത്തുക്കളെ. അതുകൊണ്ടാണ് അത് ഓർമ്മിപ്പിക്കുന്നത്. ആ ചരിത്രം എത്ര ആവർത്തിച്ച് പറഞ്ഞാലേ നമ്മുടെ ദേശീയയുടെ മുൻപന്തിയിൽ നിന്നൊരു പ്രസ്ഥാനം കപടമരേതരത്വത്തിൻ്റെ പ്രസ്ഥാനമായി തരംതാണ് ചരിത്രം. നമ്മുടെ രാജ്യത്തെ ജനങ്ങളെ ഉത്ബോധിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ചരിത്രം പറഞ്ഞത്. അത് തെറ്റാണെങ്കിൽ ക്ഷമിക്കണം, തെറ്റല്ല എന്ന് വിശ്വസിച്ചുകൊണ്ടാണ് ആവർത്തിച്ചത്. ശ്രീകുമാർ സാർ, CPM കുറുക്കന്മാരാണ്. അപ്പോൾ എന്തോ അവർ കണ്ടുവച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ നേതാക്കന്മാർ സമീപകാലത്ത് ഇത്തരത്തിലുള്ള പരാമർശങ്ങളുമായിട്ട് രംഗത്ത് വരുന്നത്. എന്തായിരിക്കും ഈ ഒരു നറേറ്റീവിന് പിന്നിലുള്ളത്? നോക്കൂ മിസ്റ്റർ നമ്പ്യാർ, CPM എത്ര സൂത്രമുണ്ടെങ്കിലും അവരുടെ അണികൾക്കും അവരുടെ ചില നേതാക്കൾക്കത് ഇപ്പോഴും ദഹിക്കുന്നില്ലല്ലോ. കേരളത്തിൻ്റെ ചരിത്രത്തിൽ കേരളത്തിൻ്റെ CPM ചരിത്രം എഴുതുകയാണെങ്കിൽ CPM ഏരിയ ലഹളകൾ നടന്ന വർഷം ഏതാണെന്നൊരു ചോദ്യം വരും. ആ ചോദ്യത്തിൻ്റെ ഉത്തരം 2024 പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് ഭരിക്കുമ്പോൾ എന്ന് എഴുതേണ്ടി വരും. കേരളത്തിലെ CPM 1964 കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിറന്ന ശേഷം CPM ചരിത്രത്തിൽ ആദ്യമാണ് ഏരിയ സമ്മേളനങ്ങളിലെ ബഹളം.
ആ ഒരു ലഹള എന്താ കാരണം? പാർട്ടിയുടെ നയത്തിൽ നിന്നും നേതാക്കൾ വ്യതിചലിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അത്തരമൊരു നയം എന്താണെന്ന് വിശദീകരിക്കാൻ പറ്റാത്തതുകൊണ്ടാണല്ലോ കൊഴിഞ്ഞാമ്പാറയിൽ ബദൽ സമ്മേളനം കൊടിയുയർത്തി നടത്തിയത്. അതുപോലെ കരുനാഗപ്പള്ളിയിൽ ഏരിയ കമ്മിറ്റി ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്. ഏരിയ കമ്മിറ്റി ഓഫീസിലേക്ക് മാർച്ച് നടത്തിയപ്പം അവിടെ തടഞ്ഞത് നേതാക്കളല്ല മിസ്റ്റർ നമ്പ്യാർ, അവിടെ തടഞ്ഞത് പോലീസാണ്. മർദ്ദനോപകരണമാണ് ഭരണകൂടത്തിൻ്റെ പോലീസ് എന്ന് പഠിപ്പിച്ച പാർട്ടി. ഞാൻ അതൊന്നും വിശദീകരിക്കുന്നില്ല. ഇവിടെ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ CPM-ന് ഇപ്പോൾ ശ്രീ രാംകുമാർ പറഞ്ഞ ഒരു കാര്യം അദ്ദേഹം പറഞ്ഞു, വിജയരാഘവൻ പറഞ്ഞ നഗ്നമായ സത്യമാണെന്ന് പറഞ്ഞു. അത് അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടിൽ അത് ശരിയായിരിക്കും. കാരണം കോൺഗ്രസ് മുക്ത ഭാരതമാണ് BJP ആഗ്രഹിക്കുന്നത്, കോൺഗ്രസ് മുക്ത കേരളമാണ് CPM ആഗ്രഹിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ വിജയരാഘവൻ ഇങ്ങനെ ഹിന്ദു വോട്ട് ഇങ്ങനെ ഞങ്ങൾ CPM-ലേക്ക് ആവാഹിക്കാനായിട്ട് ഇത്തരത്തിലൊരു പ്രസംഗം നടത്തിയാൽ അതിന് BJP തൽപരരായ ആർക്കെങ്കിലും ഇഷ്ടപ്പെടുന്നെങ്കിൽ നമുക്ക് തന്നെ വിമർശിക്കാൻ കഴിയില്ല. കാരണം കേരളത്തിലെ ഹിന്ദുക്കളുടെ വോട്ട് മുഴുവൻ BJP-യിലേക്ക് പോകുമെന്നൊരു ധാരണയോ തെറ്റായ ധാരണയോ ഒക്കെ കാണുമായിരിക്കാം. കേരളത്തിൽ ഇപ്പോൾ എന്താ വെച്ചാൽ മുസ്ലിം സമുദായവും അതുപോലെ ന്യൂനപക്ഷ സമുദായങ്ങളൊക്കെ കോൺഗ്രസിനോട് കൂടുതൽ അടുക്കുന്നു. കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ അത് മനസ്സിലായി എന്ന് പറയുമ്പോൾ എങ്കിൽ പിന്നെ ഹിന്ദുക്കളുടെ വോട്ടിലേക്ക് കണ്ണു നടാം. ഹിന്ദുക്കളുടെ വോട്ട് പൂർണ്ണമായിട്ട് CPM-ന് കിട്ടില്ല. അപ്പോൾ കുറച്ച് വോട്ട് എന്തായാലും BJP പൊക്കോട്ടെ. അങ്ങനെ വരുമ്പോൾ തോൽക്കുക കോൺഗ്രസ് ആയിരിക്കും. അപ്പോൾ ഞങ്ങൾക്ക് വീണ്ടും അധികാരം ലഭിക്കാം. ഇല്ലെങ്കിൽ അധികാരം ലഭിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ഏതെങ്കിലും രീതിയിൽ കേരളത്തിൽ കോൺഗ്രസ് അധികാരത്തിൽ വരാതിരിക്കാനുള്ള ഒരു വഴി ഒരുക്കുക. ഇതാണ് CPM ചിന്തിക്കുന്നത്. കേരളത്തിലെ കോൺഗ്രസ് അധികാരത്തിൽ വരാൻ BJP-യും ആഗ്രഹിക്കുന്നില്ല. അവർക്ക് CPM അധികാരത്തിൽ വരാനാണ് ഇഷ്ടം. നേരത്തെ സാക്കിർ പറഞ്ഞതുപോലെ ലാവ്ലിൻ കേസ് മാത്രമല്ല ഒരുപാട് വിഷയങ്ങളിൽ കോൺഗ്രസ് അഭിപ്രായം പറഞ്ഞില്ലേ. ADGP-യുടെ അവസാനത്തെ ഉദാഹരണമല്ലേ. RSS നേതാക്കളെ മകളുടെ കൂടിക്കാഴ്ചയെക്കുറിച്ച് CPI-യുടെ ബിനോയ് വിഷയം എന്താ ചോദിച്ചത്? ഒറ്റ ചോദ്യം അദ്ദേഹം ചോദിച്ചുള്ളൂ, എന്ത് വിജ്ഞാനം പഠിക്കാനാണ് RSS നേതാക്കളെ കേരളത്തിൻ്റെ പോലീസ് മേധാവി പോയി കണ്ടതെന്ന്? CPI-ക്കാരാ ചോദിച്ചത്, കോൺഗ്രസ് അല്ല. അപ്പോൾ ആ ബന്ധമൊക്കെ അറിയുന്നവർക്ക് കൃത്യമായിട്ടും രാഷ്ട്രീയമായ സമവാക്യങ്ങളും സൂത്രവാക്യമൊക്കെ നന്നായിട്ട് അറിയുന്ന അഡ്വക്കേറ്റ് രാംകുമാർ ഈ വിജയരാഘവൻ്റെ പ്രസംഗത്തെ അതിൽ സത്യമുണ്ടെന്ന് പറയുന്നത് ഞാൻ ഈ രീതിയിലാണ് കാണുന്നത്. അദ്ദേഹം എങ്ങനെ കാണുന്നത് എനിക്കറിയില്ല, ഞാൻ ഈ രീതിയിലാണ് കാണുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ CPM-ൻ്റെ ഉദ്ദേശം എന്താണ്? ഞാൻ പറഞ്ഞത് വിജയരാഘവൻ പൊതുയോഗമെന്ന് ഞാൻ പറഞ്ഞത് പാർട്ടി യോഗമെന്നാണ് ഉദ്ദേശിച്ചത്, അല്ലാണ്ട് പബ്ലിക് മീറ്റിംഗ് അല്ല. പാർട്ടിയിൽ എല്ലാവർക്കും പ്രതിനിധി സമ്മേളനത്തിനാണ് അദ്ദേഹം പ്രസംഗിച്ചതെന്ന് എന്ന് പറയുന്നത്. അപ്പോൾ പ്രതിനിധി സമ്മേളനത്തിൽ പ്രസംഗിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞ അഭിപ്രായത്തെ പിന്നീടാണ് പാർട്ടി അംഗീകരിക്കുന്നത്. പാർട്ടിയുടെ അഭിപ്രായം അദ്ദേഹം ഞങ്ങളുടെ പാർട്ടി ഇങ്ങനെ തീരുമാനിച്ചതെന്നല്ല. വയനാട് മാത്രമാണോ ജമാഅത്തെ പിന്തുണയുള്ള? അങ്ങനെയാണെങ്കിൽ മറ്റുള്ളിടത്തൊക്കെ ജമാഅത്തെ പിന്തുണ കിട്ടുമെന്ന് അദ്ദേഹം പറഞ്ഞില്ലല്ലോ. പ്രിയങ്ക ഗാന്ധി മാത്രമേ പറഞ്ഞുള്ളല്ലോ, വയനാട് മാത്രമേ പറഞ്ഞുള്ളല്ലോ. എന്താ വയനാട് മാത്രം എന്താ സംഭവം? മിസ്റ്റർ നമ്പ്യാർ ഒരു കാര്യം ആലോചിക്കണം, 9 അസംബ്ലി മണ്ഡലങ്ങളിൽ CPM 8 പിന്നാക്കാണ്. ചേലക്കര മാത്രം 39,000 നിന്നും 12,000 എത്തിയപ്പോൾ 27,000 കുറഞ്ഞു. ഇവിടെ നേരത്തെ ശ്രീ ജയരാജ് ഒരു കാര്യം പറഞ്ഞു, SDPIയെ തള്ളി പറഞ്ഞില്ല. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പറഞ്ഞു SDPIയുടെ വോട്ട് വേണ്ടെന്ന് പറഞ്ഞു. പിന്നെ ഓരോ ആഴ്ചയിലും തള്ളി പറയാമോ? ചരിത്രം ജയരാജൂടെ വായിക്കുന്ന CPM-ൻ്റെ ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ ഏതൊക്കെ കാലത്ത് കിട്ടിയെന്നുള്ളതൊക്കെ ഇത് ചർച്ചയായപ്പോഴേ മിസ്റ്റർ നമ്പ്യാർ ഒരു കാര്യം ഞാൻ ഓർമ്മിപ്പിക്കാം. ഗോവിന്ദൻ മാഷ് എന്താ പറഞ്ഞതെന്നറിയാമോ? ജമാഅത്തെ CPM ബന്ധം ആരോപിച്ച കേസ് കൊടുക്കുമെന്ന്. ഓർമ്മയുണ്ടോ? അതെ. അപ്പോൾ എന്താ രാഷ്ട്രീയമായിട്ട് അഭിപ്രായം പറഞ്ഞാൽ ചരിത്രം പറഞ്ഞാൽ കേസ് കൊടുക്കുന്നതാണോ മാഷ് പറയാനേ? ഇത് അടുത്ത കാലത്ത് പറഞ്ഞതല്ലേ? നമ്മൾ രാഷ്ട്രീയം സംസാരിക്കുമ്പോഴേ ഒരു പഴയ ചരിത്രം സംസാരിച്ചാൽ അത് കേസ് കൊടുക്കുന്നതാണോ പറയാ? അതിൽ ശരിയും തെറ്റും ഒക്കെ കാണും. എല്ലാം കൃത്യമായിട്ടൊക്കെ നമ്മുടെ മനസ്സിൽ ഓർമ്മയുണ്ടാവില്ല. ജമാഅത്തെ ഇസ്ലാമി CPM-ഉമായിട്ട് പിന്തുണ ഒരു കൂട്ടുകെട്ടുണ്ടായിരുന്നു എന്നുള്ള തീർച്ചയായും അല്ല. ജമാഅത്തെ ഇസ്ലാമി CPM-ഉമായിട്ട് ഒരു കാലത്ത് ബന്ധം ഉണ്ടായിരുന്നു, പിന്നീട് ഇത് തെറ്റി. അത് പറയുന്നതിൽ എന്താ തെറ്റുള്ളത്? കാരണം PDP-യുമായിട്ടുള്ള ബന്ധത്തെ ചൊല്ലി VS പിണറായി തമ്മിലുള്ള തർക്കമൊക്കെ ചരിത്രത്തിന്റെ ഭാഗമല്ലേ. അപ്പം ഞാൻ പറഞ്ഞത് ഒരു പാർട്ടി അവരുടെ ഏതെങ്കിലും ഒരു സഖ്യത്തിൽ നിന്ന് മാറുന്നത് തെറ്റല്ല. മാറുന്നത് തെറ്റല്ല, വേറെ ആളെടുക്കുന്നതും തെറ്റല്ല, പാർട്ടി മാറുന്നതും തെറ്റല്ല, പുതിയ പാർട്ടിയിലേക്ക് ചേരുന്നതും തെറ്റല്ല. പക്ഷെ അങ്ങനെ പറയുമ്പോഴേ അങ്ങനെ അത് ന്യായീകരിക്കപ്പെടുമ്പോഴേ ഭൂതകാലത്ത് ചെയ്ത അത് തെറ്റാണെന്ന് പറയരുത്. ഭൂതകാലം വിസ്മരിച്ചോളൂ, കുഴപ്പമില്ല. വർത്തമാനകാല രാഷ്ട്രീയത്തിൽ നമ്മളെ പറയുമ്പോൾ ഭൂതകാലത്തിൽ അഭിരമിച്ച കാര്യം അവിടെ കിടപ്പുണ്ട്, അതും കൂടെ മനസ്സിലാക്കണമെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഡോക്ടർ ജയരാജ്, അപ്പോൾ വിജയരാഘവൻ്റെ പരാമർശം പാർട്ടിക്ക് ഗുണകരമാവും?
അല്ല, വിജയരാഘവന്റെ പരാമർശം പാർട്ടിക്ക് ഗുണകരമാവോ ദോഷകരമാവോ എന്നുള്ളതല്ലല്ലോ ഇവിടെ വിഷയം. വിജയരാഘവൻ പറഞ്ഞത് പാർട്ടി പരിപാടിയാണെന്ന് ഞാൻ ആദ്യമേ വളരെ കൃത്യമായിട്ട് തന്നെ പറഞ്ഞല്ലോ. പിന്നെ ഒരു സമ്മേളനങ്ങളൊന്നും നടത്താൻ പറ്റാതെ ജനാധിപത്യ രീതിയിൽ ഒരു പരിപാടി സംഘടിപ്പിക്കാതെ കപട മതേതരത്വം പറഞ്ഞുകൊണ്ടിരിക്കുന്ന കോൺഗ്രസ്സുകാര് കേരളത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് തീവ്ര മുസ്ലിം സംഘടനകളെ പ്രോത്സാഹിപ്പിക്കുകയാണ്. മുസ്ലിം ലീഗ് അത് തന്നെയാണ് ചെയ്യുന്നത്. അത് വലിയ അപകടത്തിലേക്ക് കഴിയും. നേരത്തെ പറഞ്ഞത് കണക്കോലെ ന്യൂനപക്ഷ വർഗീയത തന്നെയാണ് ഭൂരിപക്ഷ വർഗീയതയെ ശക്തിപ്പെടുത്തുന്നതും ഭൂരിപക്ഷ വർഗീയത തന്നെയാണ് ന്യൂനപക്ഷ വർഗീയതയെ ശക്തിപ്പെടുത്തുന്നതും. അത് പരസ്പരം ശക്തിപ്പെടുത്തുകൊണ്ടിരിക്കുക എന്നുള്ള കാര്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ തീരുന്നതേ ഉള്ളൂ. അതിന് മതേതര സ്വഭാവം കാത്തു സൂക്ഷിക്കണമെന്നുണ്ടെങ്കിൽ അത് മതേതരത്തിന്റെ കപടമൂടി അഴിച്ചു മാറ്റി യഥാർത്ഥത്തിൽ സെക്യുലർ ആവാൻ ശ്രമിക്കുന്നതായിരിക്കും. ഡോക്ടർ ജയരാജ്, കേരളത്തിലെ തീവ്രവാദികളെ പൊക്കിക്കൊണ്ടുപോകാൻ NIA തന്നെ വേണ്ടി വന്നു കേട്ടോ. സമീപകാല കേരളത്തിലെ തീവ്രവാദികളെ പൊക്കിക്കൊണ്ടുപോകാൻ NIA തന്നെ വേണ്ടി വന്നു. കേരള പോലീസുമായി ഒന്നും ചർച്ച ചെയ്യാതെ വളരെ രഹസ്യമായിട്ടാണ് അവർ അവരുടെ ഓപ്പറേഷൻ നടത്തി കൊണ്ടുപോയത് കേട്ടോ. അപ്പോൾ നോക്കൂ, നിങ്ങൾ ഈ തീവ്രവാദത്തിനെതിരാണെന്ന് ഒരു ഭാഗത്ത് പറഞ്ഞു വെക്കുകയും ചെയ്യും, അവർക്ക് എല്ലാ തരത്തിലുള്ള പിന്തുണ കൊടുക്കുകയും ചെയ്യും. മാത്രമല്ല പിണറായി വിജയൻ ഒരു പരാമർശം നടത്തി ഓർമ്മയുണ്ടാവുമല്ലോ. അതായത് അവർക്ക് പിന്നെ അസുഖകരമാകുന്ന രീതിയിലുള്ള ഇടപെടൽ ഇവരുടെ വീട് റെയ്ഡ് ചെയ്ത് അല്ലെങ്കിൽ ഇവരുടെ അസറ്റ് പിന്നെ കോൺഫിസ്കേറ്റ് ചെയ്യുന്ന സമയത്ത് പിണറായി വിജയൻ എന്താ പറഞ്ഞത്? റവന്യൂ ഒഫീഷ്യൽസിൻ്റെ അടുത്ത് പറഞ്ഞത് എന്താ? അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിൽ പാടില്ല എന്നുള്ളൊരു പരാമർശം നടത്തിയത് അന്ന് വിവാദമായിരുന്നു. അതൊക്കെ താങ്കൾ ഓർക്കുന്നുണ്ടാവും. ഇതൊക്കെ ഈ കേരളത്തിലാണ് നടന്നത്. അപ്പം നോക്കൂ, ഇവരോട് വളരെ മൃദുസമീപനം സ്വീകരിച്ചു വന്ന ഒരു സർക്കാർ കൂടിയാണ്. അനിൽ സാറേ, മൃദു സമീപനം ഞാൻ പറയട്ടെ, ഒരാളൊരു കുടുംബത്തിൽ നിന്ന് പോയെന്ന് പറഞ്ഞിട്ട് ആ കുടുംബക്കാർ മൊത്തം അതിനെ ഉത്തരവാദിത്തപ്പെടുത്തി അവരെ അതിനകത്ത് വലിച്ചിഴച്ച് അവരെ ഓസ്ട്രസൈസ് ചെയ്യേണ്ടെന്നേ ഉദ്ദേശിച്ചുള്ളൂ. അത് വ്യക്തമാണ്. ഇത്തരത്തിലുള്ള ചെറുപ്പക്കാരെ ചില ആളുകൾ ഇങ്ങനെ ലൂർ ചെയ്ത് പല കാര്യങ്ങൾക്കും കൊണ്ടുപോകാറുണ്ട്. അതിന് തടയിടേണ്ടത് ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ കക്ഷികളാണ്. അല്ലാതെ അവരുടെ ഒപ്പം നിന്നുകൊണ്ട് അവരെ വളരാനുള്ള വളവും വെള്ളവും കൊടുക്കുക എന്നുള്ളതല്ല ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ കക്ഷിയായിട്ടുള്ള ലീഗിന്റെയും കോൺഗ്രസിന്റെയൊക്കെ കടമ. ഈ പ്രോത്സാഹിപ്പിക്കുന്നത് താൽക്കാലിക ലാഭത്തിന് വേണ്ടി, ഫ്രിഞ്ച് ബെനിഫിറ്റ്സിന് വേണ്ടി 8 വർഷമായിട്ട് ഇവർക്ക് അധികാരം നഷ്ടപ്പെടുത്തേക്കും. അധികാരമില്ലാതെ ജീവിക്കാൻ കഴിയാത്തൊരവസ്ഥ എത്തിയപ്പോൾ ഏത് വളഞ്ഞ വഴി ഉപയോഗിച്ച് ഏത് മത തീവ്രവാദികളുടെ കൈയും പിടിച്ചു വേണമെങ്കിലും അധികാരത്തിൽ വരുത്താനുള്ള കുറുക്കു വഴികൾ ആലോചിക്കുന്നിടത്താണ് ഈ പ്രശ്നങ്ങളെല്ലാം തുടരുന്നത്. അതുകൊണ്ടാണ് വിജയരാഘവൻ ഓർമ്മിപ്പിച്ചത് ജമാഅത്തെ ഇസ്ലാമിയെയും SDPയെയും പോലുള്ള സംഘടനകൾ ആ കോൺഗ്രസിന്റെ വിജയത്തിന്റെ പിന്നിൽ പ്രവർത്തിച്ചെന്നും അവരുടെ പ്രകടനത്തിന്റെ മുന്നിലും പിന്നിലും ഒളിഞ്ഞും തെളിഞ്ഞും മാത്രമല്ല വളരെ പ്രത്യക്ഷമായ രൂപത്തിൽ പാലക്കാട് നമ്മളത് കണ്ടതാണ്. ഇലക്ഷൻ റിസൾട്ട് ഡിക്ലെയർ ചെയ്യുന്നതിന് മുമ്പിലെ SDPA നടത്തിയ പ്രചരണം, അവരുടെ പ്രകടനം, അത്തരം ആളുകളെ ഒഴിച്ചു നിർത്തുക എന്നുള്ളതാണ് വളരെ അഭികാമ്യമായിട്ടുള്ള കർത്തവ്യം. അതിപ്പോ ഇനി ഏത് രീതിയിലാണെങ്കിലും ശരി, നമ്മൾ മുമ്പുള്ള കലാപങ്ങളുടെ എല്ലാം ചരിത്രം എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് മനസ്സിലാവും. നാദാപുരത്ത് ഒരു എക്സസൈസ് ചെയ്യുന്ന ഒരു സംഘടന, ഒരു വ്യായാമ കൂട്ടായ്മയിൽ നിന്നാണ് നാദാപുരം കലാപം ഉണ്ടായെന്നുള്ള എല്ലാവർക്കും അറിയാമല്ലോ. അതുകൊണ്ടാണ് ഇത്തരം ആക്ടിവിറ്റീസിനെ നമ്മൾ ക്ലോസ് ക്വാർട്ടേഴ്സ് ആയിട്ട് നോക്കി കാണുന്നത്. ഓക്കെ ഡോക്ടർ ജയരാജ്, എന്തായാലും മത തീവ്രവാദികൾ അതുപോലെ മതരാഷ്ട്രവാദികൾ ഇവരുടെ സാന്നിധ്യത്തെക്കുറിച്ച് വൈകിയാണെങ്കിലും വിവേകം, ബോധ്യം CPM-ന് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് സ്വാഗതാർഹം ആണ്. അതുകൊണ്ട് വിജയരാഘവൻ്റെ പ്രസ്താവന, പരാമർശ സതുദ്ദേശപരമാണെങ്കിൽ അതിനെ സ്വാഗതം ചെയ്യുന്നു. ജനറൽ ഡിബേറ്റ് ഇവിടെ പൂർണ്ണമാകുന്നു. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദിയൊപ്പം പ്രേക്ഷകർക്കും.